ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ സായാഹ്നത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ശ്രദ്ധയോടെ പഠിക്കുവാൻ അവിടുത്തെ മക്കളെന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഈ പരദേശവാസത്തിൽ അവിടുത്തെ ഹൃദയവും മനസ്സും ആഴത്തിൽ രുചിച്ചറിയാൻ തക്കവണ്ണം, ഗ്രഹിച്ചറിയാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവം ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ, എല്ലാ ഹൃദയങ്ങളെയും ഉണർത്തട്ടെ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാം പലരും ക്ഷീണത്തിൽ ജോലി ഭാരത്തിലക്കി കടന്നു വന്നവരായ പലരും അനേകരും കർത്താവിടെ. അതുകൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും ശാന്തമാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് സകല ഹൃദയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ ഈ നിമിഷം എല്ലാ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടുന്ന കൃപക്കായി നന്ദി പറയുന്നു. ഇപ്പോൾ വഴിയാത്രയിലേക്ക് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വേഗത്തിൽ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ വചന പഠിപ്പാൻ അങ്ങ് വേഗത്തിൽ ഒരുക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ അങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവരാജ്യം എന്ന് പറയുന്ന ആ ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച് ആ ജീവിതത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞ മനോഹരമായ അവിടുത്തെ മഹാഹൃദയത്തിലെ ആ രഹസ്യങ്ങൾ കർത്താവേ അതിന്ന് രാത്രിയിലും പൊഴിച്ചു തരുവാൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ശിശുവിനെ പോലെ അങ്ങയുടെ കാൽക്കഴിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. അങ്ങ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളത് കണ്ടായിരുന്നു. 2 ഭാഗങ്ങളുണ്ട് ദൈവരാജ്യത്തിൽ. 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഗവൺമെൻറ്റും ഒന്ന് റോയൽ ഫാമിലിയും. 2 കാര്യങ്ങളാണ്. നമ്മൾ അല്പമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഞാൻ ഓടിച്ചു വിടുകയാണ്. ഈ റോയൽ ഫാമിലിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, എല്ലാവരും മക്കളായി വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു. തുടർന്ന് ആ ഗവൺമെൻറ്റിലേക്ക്, ആ ദൈവരാജ്യം എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് വാഴ്ചകളും അധികാരങ്ങളും ഒരുപാട് പ്രവർത്തിക്കാൻ നമുക്കേറെ ഉള്ള കാര്യം മറന്നു പോകരുത്. റോയൽ ഫാമിലിയിലേക്ക് വിളിച്ചത് അവൻ്റെ മകനും മകളുമായിട്ടാണ്. മകളെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിത്യതയിൽ മകളില്ല, പെൺമക്കളില്ല. നിത്യതയിൽ എല്ലാവരും മക്കൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ദേഷ്യമൊന്നുമില്ല എന്നോടല്ലേ? കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ഭൂമിയിൽ അവയവങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ആണും പെണ്ണും തമ്മിലുള്ളത്. ഇവിടം വിട്ടാൽ അവയവങ്ങളെല്ലാം ഒന്നുമില്ല, എല്ലാം അത് ഭൂമിയിൽ പ്രൊജക്റ്റോടുള്ള ബന്ധത്തിൽ. എനിക്ക് പറഞ്ഞാൽ മനസ്സിലായിരിക്കും, അല്ലേ? 5 കാര്യങ്ങളാണ് പറഞ്ഞത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ്, ആ 3 കാര്യങ്ങളിൽ പ്രവർത്തനത്തിനും പിന്നെ തുടർന്നുള്ള ദൈവീയ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ദൈവം ആ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നിത്യത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതല്ല. അത് ഒരുപാട് വാഴ്ചകളും അധികാരങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ ആളുകളിൽ നമ്മൾ ആഴമായി പഠിച്ചത്. അവിടെ നമുക്ക് ഒരു ദാസൻ്റെ വേല നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ദാസൻ്റെ വേല, ഒരു അടിമയുടെ വേല, ഒരു ദാസൻ്റെ വേല, അല്ലെങ്കിൽ ഒരു യജമാനൻ പറയുന്ന, നമ്മുടെ രാജാവ് പറയുന്നത് അങ്ങനെ കേട്ട് അങ്ങനെ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന വേറൊരു ലോകം നമുക്കുണ്ട്. ഗവൺമെൻറ് കീഴിലാണ് നമ്മളെല്ലാവരും, അങ്ങനെയല്ലേ? നമ്മളൊക്കെ ഒരു ഗവൺമെൻറ് കീഴിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമുക്ക് അവിടെ നിൽക്കേണ്ടത്. എല്ലാവർക്കും നിൽക്കാൻ കഴിയത്തുമില്ല. കാരണം ആ ഗവൺമെൻറ്റിന് അതിൻ്റേതായ നിയമങ്ങൾ, അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞത്, അല്ലേ? മനുഷ്യ നിയമങ്ങളല്ല ഇവിടെ. ഇത് ഗവൺമെൻറ് സ്വർഗീയ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മളിന്നായിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്. അതെവിടെയാണ്? ഉൽപ്പത്തിയിൽ എവിടെയാണ് കണ്ടത് നമ്മൾ? ഏദൻ തോട്ടത്തിൽ, അല്ലേ? സ്വർഗവും ഭൂമിയിൽ ഒരുമിക്കുന്ന സ്ഥലമാണത് ഏദൻ തോട്ടം. ദൈവം വരുന്നു, മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഏറ്റവും മനോഹരമായ, മനുഷ്യർക്ക് ജീവിക്കാൻ ഏക സ്ഥലം ഭൂമിയിൽ അത് ഏദൻ തോട്ടം തന്നെയാണ്. അതിൻ്റെ ഇമേജ് മാത്രമാണ് നമ്മൾ ഇന്നായിരിക്കുന്ന സഭ. അതിനൊരു സ്പിരിച്വൽ സൈഡ് പറയാൻ സഭ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ പേര് ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതിനകത്താണ് എന്താ പറയുക, ആ ഗവൺമെൻറ് അകത്താണ് വാഴ്ചകളും അധികാരങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിലെടുത്ത് പഠിച്ചതാ. ദൈവം 5 കിങ്ഡത്തിന് മേൽ നമ്മളെ വാഴുവാൻ വെച്ചു എന്നൊക്കെ നമ്മൾ ആഴമായി അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. ഇനി ആർക്കെങ്കിലും അധികമായി കേൾക്കണമെങ്കിൽ ആ ക്ലാസ്സുകൾ യൂട്യൂബിലേക്ക് ഇടുന്നുണ്ട്, ഒന്നുകൂടി വേണേൽ കേൾക്കാം നമുക്ക്. കർത്താവ് ഭൂമിയിലേക്ക് വന്നതുപോലും ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് സ്വർഗവും ഭൂമിയിൽ വേർപെട്ടു പോയി. സ്വർഗവും ഭൂമിയും ദൈവഹിതം ഭൂമിയിൽ ചെയ്യാൻ കഴിയാതെ വേർപെട്ടു പോയി. അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? എഫെസ്യർ 1:9-10 പഠിച്ചതാ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ
ഒന്നായി തീരുക എന്നുള്ള ഒരു കാലസമ്പൂർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിൽ വന്നത്. അതെങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച കാര്യമാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ചിന്തിക്കും. നമ്മൾ പണ്ട് പഠിച്ചതാണ്, എന്നാൽ അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് നമ്മൾ സംസാരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്വർഗവും ഭൂമിയും ദൈവം മനുഷ്യ സൃഷ്ടിച്ചതിനെക്കുറിച്ചും പറഞ്ഞായിരുന്നു. ദൈവം നമ്മുടെ അകത്ത് ഒരു പുതിയ ഹൃദയം നൽകിയിട്ടുണ്ട്. പഴയ ചതിമോഹങ്ങളെ വഷളായിപ്പോയ ആ പഴയ ഹൃദയത്തിനകത്ത് ദൈവാനുരൂപമായ ഒരു പുതിയ ഹൃദയം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് വലിയ ഭൂമിയിൽ ചെറിയൊരു ഏദനുണ്ടാക്കി അതിൽ ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ മക്കളെ ജീവിക്കാൻ വെച്ചതുപോലെ തന്നെയാണ് നമ്മുടെ ചതിമോഹങ്ങളായി വഷളായിപ്പോയ പഴയ ഹൃദയത്തിനകത്ത് ദൈവാനുരൂപമായ ഒരു ചെറിയ ഹൃദയം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഇനി വളരേണ്ടത്. ഈ ഏദൻ തോട്ടം ദൈവം ഭരിക്കുന്ന, ദൈവം മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഏദൻ തോട്ടം വളർന്ന് ഭൂമി മുഴുവനും നിറയുന്നത് പോലെ തന്നെ നമ്മുടെ അകത്ത് ദൈവാനുരൂപമായ പുതിയ ഹൃദയം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മുടെ ഹൃദയം മുഴുവനും പിടിക്കപ്പെടണമെന്നുള്ളത് ആ ദൈവഹിതമെന്നൊക്കെ നമ്മൾ ആഴമായി കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് മെസ്സേജ് അല്ലേ? 4000 വർഷം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന് 4000 വർഷം ദൈവം മനസ്സിൽ ഉറപ്പിച്ച് വെച്ച അല്ലെങ്കിൽ കരുതി വെച്ച ഒളിച്ചു വെച്ച ആ രഹസ്യം കർത്താവ് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ആ മെസ്സേജ് എന്താ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ. എന്താ ഇവിടുത്തെ സുവിശേഷം? ഇവിടെ കർത്താവ് പറഞ്ഞു സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ. എന്താ സുവിശേഷം? അവിടെ പറയുന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് തൊട്ടുമുകളിലത്തെ 14-ാം വാക്യത്തിൽ പറയുന്നു. കാലം തികഞ്ഞു എന്ന് നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് പഠിച്ചാണ്. അത് ടൈം ഈസ് ഫുൾഫിൽഡ് അല്ലേ? കാലം തികഞ്ഞു. എന്തിൻ്റെ കാലമാണ് തികഞ്ഞത്? പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോയപ്പോൾ ദൈവം മനുഷ്യനെ 4000 വർഷത്തേക്ക് ജയിലിലടച്ചു. ഒരാൾ പാപം ചെയ്ത് കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലടക്കുന്നത് പോലെ 15 വർഷമോ 10 വർഷമോ 20 വർഷമൊക്കെ ജയിലടക്കുന്നത് പോലെ മാനവരാശി ആദ്യത്തെ കുടുംബം ആദവും ഹവ്വയും പാപം ചെയ്ത് അവരെ ഏദൻ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കാൻ വെച്ച ആ പർദീസയിൽ നിന്ന് മനുഷ്യനെ ഈ ഭൂമി എന്ന് പറയുന്ന ജയിലിലേക്ക് തള്ളിക്കളഞ്ഞതാണ് അവരെ അല്ലേ? അങ്ങനെ 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ജയിൽ സൂപ്രണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ നമ്മളെന്താ പറഞ്ഞത്? കാലം തികഞ്ഞു, നിങ്ങളുടെ ശിക്ഷയുടെ കാലം തികഞ്ഞു, നിങ്ങൾക്ക് ഇനി മടങ്ങി എങ്ങോട്ട് പോകാം? നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം, നിങ്ങളുടെ അപ്പൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് കാലം തികഞ്ഞു. അതാണ് നമ്മൾ ആഴമായി പഠിച്ചത് അതിനെക്കുറിച്ചൊക്കെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഭൂമിയിൽ ഇവിടെ കിടന്ന് ഈ ഭൂമി എന്ന് പറയുന്നത് ജയിലാണ്. സത്യത്തിൽ ഈ കാണുന്ന ജയിൽ, നമ്മൾ ഇവിടെ കിടന്ന ഈ മത്സരിക്കുന്നതും ഇവിടെ കിടന്ന് അൽവിടിക്കുന്നതും ഇവിടെയാണ് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതും പക്ക ജയിലാണിത്. ഈ ഭൂമി എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആദ്യത്തെ ഹവ്വ ഈ ജയിലിലേക്ക് തള്ളിക്കളഞ്ഞ ഈ ഭൂമി എന്ന് പറയുന്ന ജയിലിലേക്ക് തള്ളിക്കളഞ്ഞതാ. അവിടെ പെറ്റുവരിക്കുന്നത് നമ്മളെല്ലാം, നമ്മൾ അവിടുത്തെ സന്തതിയാ. ജയിലിൽ ജനിച്ച അല്ലേ, ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടി ജയിലിലിട്ടാൽ ആ ജയിലിൽ ജനിക്കുന്ന കുട്ടി പോലെയുള്ളൂ നമ്മളെല്ലാവരും. യഥാർത്ഥമായ അപ്പുറത്തൊരു ലോകമുണ്ട് അവർക്ക്. ആ അപ്പൻ്റെ ഭവനം, സ്വന്തം നാട്, സ്വന്തം വീടുണ്ട്. അതിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാ, മോനെ കാലം തികഞ്ഞു, ഇനി മടങ്ങി വീട്ടിലേക്ക് പോ അല്ലേ? അതാണ് എപ്പോഴും നമ്മുടെ ഹൃദയം നിന്ന് ഇപ്പം നമുക്ക് കാലുകൊണ്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഹൃദയം കൊണ്ട് പോകാൻ കഴിയും നമുക്ക് അല്ലേ? അതുകൊണ്ട് തന്നെ അനേക വിശ്വാസികളുടെ ഹൃദയം ഈ വചനം കേൾക്കുമ്പോൾ പതിയെ ഭൂമിയിൽ ഉയർന്നുയർന്ന് സ്വർഗത്തിലേക്ക് പോകുകയാണ്. അങ്ങനെയല്ലേ? നമ്മളിവിടം വിട്ടാലുണ്ട് നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലെ മോഹങ്ങളും ഇവിടുത്തെ പ്രശ്നം വിട്ടാലുണ്ടല്ലോ, പിന്നെ നമുക്ക് ആരോടും തല്ലുപിടിക്കാനും നേരമില്ല, ഒന്നിനും നമുക്ക് നേരമില്ല. ലോകമോഹങ്ങൾ കണ്ടാലും നമ്മൾ വീഴത്തുമില്ല അല്ലേ? സമ്പത്ത് കണ്ടാലോ മങ്ങി പോകത്തില്ല, നമുക്ക് എന്തെങ്കിലും പുതിയ സാധനം വന്നാൽ അതിനോട് മോഹം ഉണ്ടാകത്തില്ല. ഉണ്ടാകും അല്പം നമ്മുടെ ജഡത്തിലായതുകൊണ്ട്. നമ്മുടെ ഹൃദയം ഉയർന്നു പോയി, പിതാവിൻ്റെ ഭവനത്തേക്ക് പോയി. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതൊന്ന് പൊട്ടിക്കിട്ടിയാൽ മാത്രം മതി. ഞാൻ മരണമെന്ന് പറയാൻ പേടിക്കുന്നു വേണ്ടിട്ടോ ഇല്ലേ? ഇത് പോയി കിട്ടിയാൽ മതി. ഇതിനകത്തുനിന്ന് ഈ കവറിനകത്തുനിന്ന് ഒന്ന് പുറത്തേക്കൊന്ന് പൊട്ടിക്കിട്ടിയാൽ മതി. നമ്മൾ അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ മേടിച്ച് കവറിൽ കൊണ്ടുവന്നിട്ട് കവർ പൊട്ടിച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കവർ കളയുന്ന പോലെ ഇതങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോകുകയാണ് നമ്മൾ. അതിനു മുമ്പായിട്ട് കുറച്ച് പരിപാടി നമുക്കിവിടെ ചെയ്യാനുണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുമാകട്ടെ, ആ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് എടുത്തേക്കട്ടെ, ജയിൽ ശിക്ഷയെക്കുറിച്ച് ആഴമായി നമ്മൾ പഠിച്ചാണ്. എല്ലാം നമ്മൾ പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്ത് പഴയ നിയമം നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? പഴയതും പുതിയ നിയമൊക്കെ എടുത്ത് ഒരു ശാസ്ത്രി പഠിപ്പിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കലും നമുക്ക് തെറ്റുപറ്റാൻ ഇടയില്ല അല്ലേ?
അത് മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്, മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു അല്ലേ. ഇന്നത്തെ പ്രശ്നം, അന്ന് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്നത്തെ ദൈവദാസന്മാരായ, അന്നത്തെ പാസ്റ്റർമാരായ പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക്, അന്നത്തെ ജനങ്ങൾക്ക്, യഹൂദന്മാർക്ക് ദൈവരാജ്യം അടച്ചു കളഞ്ഞു. അവരോ കടന്നില്ല, കടക്കാൻ ആഗ്രഹിക്കുന്നവരെ കടക്കുവാൻ അവർ സമ്മതിച്ചുമില്ല. നമ്മളതിനെക്കുറിച്ച് പഠിച്ചതാണ് അല്ലേ. ആ കഷ്ടമെന്ന് തന്നെത്താൻ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. ഈ കഷ്ടം എന്താണെന്ന് കയ്യാഴ്ച പഠിച്ചതാ. എന്താ കഷ്ടം? ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്ന വാക്കാണിത്. 8 വാക്ക്, കഷ്ടം 8 ഇവിടെ വെച്ച് പറയുന്നതല്ല. അവിടെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്, അതിനുശേഷം നരകം മാത്രമേ ഉള്ളൂ. അത് തൊട്ട് മുമ്പ് പറയേണ്ടി വരുന്ന വാക്ക് ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നത് മാത്രമേ ഉള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചതാണ്. ലൂക്കോസ് 11 പഠിച്ചു. നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങളോ കടന്നില്ല, കടക്കുന്നവരെ. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്താ? പരിജ്ഞാന താക്കോൽ അത് ക്രിസ്തു തന്നെയാ. എന്താ അത്? അതിലേക്കൂടി തുറന്ന് ആ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു അല്ലേ. ഒരു ദൈവദാസൻ്റെ ജോലി എന്താ? ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡർമാരുടെ ജോലി എന്താ? ജനങ്ങളൊക്കെ ആ ക്രിസ്തുവെന്ന താക്കോലിലൂടെ, വാതിലൂടെ, ആ വാതിക്കൽ പോയിട്ട് ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം ആ താക്കോലിലൂടെ തുറന്ന് ആ ദൈവരാജ്യത്തിനകത്തേക്ക് കയറ്റിവിടണം. അവിടുത്തെ നിയമങ്ങൾ കൊണ്ട് അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്മാർ, ലീഡർമാരുടെ, മൂപ്പന്മാരുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? അപ്പം അതുകൊണ്ട് ആ താക്കോൽ ഇന്ന് നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നമുക്കത് ആഘോഷിക്കാം അല്ലേ. കർത്താവ് നിന്നെ സൗഖ്യമാക്കും, നിന്നെ അതാക്കും, നിന്നെ വാലാക്കും. അല്ല, വാലല്ല അല്ലേ, എലിയല്ല പുലിയാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവുക. കുരങ്ങനെ കൊണ്ട് ചാടിപ്പിച്ച് തുള്ളിപ്പിച്ചൊക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അകത്ത് ചീഞ്ഞ് നാറുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കടക്കുന്നവരെ തടുത്തും കളയുക. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടറെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചത് നമ്മൾ. അവരൊക്കെ ദൈവരാജ്യം അടച്ചു കളഞ്ഞു. അത് പ്രസംഗിച്ചവരെ പോലും പൗലോസിനെയൊക്കെ തള്ളിക്കളയുക. കഴിഞ്ഞ ദിവസം കണ്ടത് അതിനെക്കുറിച്ചൊക്കെ വിട്ടുപോകുന്നു. എന്നേസ് ഹബ്രോസിനെ കുറിച്ചൊക്കെ, എംബ്രോസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അവർ മോശയോട് എതിർത്തു നിന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഞാൻ വിട്ടുപോകുന്നു. അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് കുറുതലേഖനം 4:4 2 കുറുതലേഖനം 4 പറഞ്ഞ് അവസാനിപ്പിച്ചത്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ദൈവമായ അല്ലേ പിശാച് ആ വിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ആരാ വിശ്വാസി? കൊറിന്ത് സഭക്കാർ. മറന്നു പോകരുത്. ലോകത്തിൽ പഠിച്ച് തലയിൽ വെച്ചിരിക്കുന്ന അവിശ്വാസത്തെ കേൾക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് അങ്ങോട്ട് വിരലിച്ചുകൊണ്ടും അല്ലല്ല. ഇവിടെ പറയുന്ന അവിശ്വാസി ദൈവപ്രതിമയായ സാക്ഷാൽ ദൈവത്തെ പോലെയുള്ള ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. എന്താ ക്രിസ്തുവിൻ്റെ സുവിശേഷം? ദൈവരാജ്യം മാത്രം അല്ലേ. ആ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അവിശ്വാസി നമ്മുടെ മനസ്സിനെ കുരുടാക്കിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വേറെ കാര്യം കയറ്റി. നമ്മുടെ സമ്പത്ത്, നമുക്ക് ലോകത്തിൽ പേരും പെരുമയും അല്ലേ, നമ്മുടെ മക്കളുടെ ഭാവി, നമുക്ക് ദൈവം ഒരുക്കി വെച്ച വിശാലമായ കാര്യങ്ങൾ, കൃപാവ്, അങ്ങ് നമ്മൾ വഷളാക്കി കളഞ്ഞ് മനസ്സിനെ കുരുടാക്കി. എന്നാൽ കർത്താവ് പറയുന്നത് അറിയാമോ? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് വരാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ആണല്ലയോ? അതെ. അപ്പോൾ അതുകൊണ്ട് ആ അവിശ്വാസി എന്ന പേരൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വിശ്വാസിയായി ജീവിക്കുക. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ വിശ്വാസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കുറച്ചിലായിട്ട് തോന്നും, ഓ ഞങ്ങളൊക്കെ വിശ്വാസിയായിരുന്നു. സത്യത്തിൽ ഒരു വിശ്വാസിയുടെ മഹത്വം, വില എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് പറയുമ്പോൾ തെറ്റായിട്ട് ഒരുപക്ഷെ എടുത്തേക്കാം നിങ്ങൾ. സാധാ വിശ്വാസിനെ നമ്മളെല്ലാം വിശ്വാസി എന്ന് പറയുന്നത് നമ്മൾ സാധാ എന്താ പറയുക, ഒരു വന്നു പോകുന്ന ഒരു ആളെപ്പോലെ കാണും നമുക്ക്. അല്ല, യഥാർത്ഥമായി മരണപര്യന്തം ഒരുവൻ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് മരിക്കുന്നവനാണ് യഥാർത്ഥമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. ശിഷ്യനൊക്കെ നല്ലത് തന്നെയാണ്. ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് അവൻ്റെ കാൽപാദങ്ങൾ കണ്ടുകൊണ്ട് അവനെ അനുഗമിച്ച് അവനെ പുറകെ പോകുക, അതും ആവശ്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ തള്ളിക്കളയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഓ അവൻ വിശ്വാസിയല്ലേ, അവൻ വിശ്വാസി. പക്ഷെ ആ വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ കൂടി ജീവിച്ച് വിശ്വാസത്താൽ മരിച്ച് അവിടെ ചെല്ലുന്നവൻ്റെ പേരാ യഥാർത്ഥമായ വിശ്വാസി. ഞാനൊരു പക്ഷെ പറയുമ്പോൾ തെറ്റായിട്ട് നിങ്ങൾ എടുത്തേക്കരുത്. വിശ്വാസത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ വിശ്വാസം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ എടുക്കും അതിനെക്കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ആ അവിശ്വാസം എന്ന പേരൊക്കെ മാറ്റി വെച്ചിട്ട് യഥാർത്ഥമായൊരു വിശ്വാസിയായി ജീവിക്കണം.
എന്താ വിശ്വാസം? അവിടുന്ന് എന്ത് പറയുന്നുവോ അതങ്ങ് അപ്പാടെ വിഴുങ്ങുക. പച്ചവെള്ളം പോലും ചേർക്കുക, അല്ലേ? എന്താ ഒരു മായവും ചേർക്കാതെ നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് പ്രകാരം ഞാൻ ജീവിക്കുക. ഒരുപക്ഷെ മുമ്പേ ഒന്നും കണ്ടിട്ടില്ലായിരിക്കാം, ഒന്നും കാണത്തില്ലായിരിക്കാം, പക്ഷേ അവൻ്റെ വാക്ക് വിലയേറിയ വാക്കാ. എൻ്റെ പ്രാണനേക്കാൾ വിലയേറിയ വാക്കാ അവൻ്റെ വാക്കിലെ അതിനുള്ള അതാണ് നമ്മുടെ വഴിയാത്രയ്ക്ക് ഒരുക്കുന്നത്. മറ്റു നമ്മൾ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. അതുകൊണ്ട് വിട്ടുപോകുന്നത് എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇനിയിപ്പോൾ ഇത് ചിന്തിക്കാൻ പോകുന്നത് പഠിച്ചതാണെങ്കിൽ പോലും, ജസ്റ്റ് വാക്യം വായിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഇത്തിരി കൂടെ ആഴത്തിലേക്ക് ചിന്തിക്കാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം 1:28 വാക്യം അല്ലേ? മലയാളത്തിൽ എങ്ങനെയാ? അവിടെ ഇംഗ്ലീഷ് വാക്ക് എഴുതി മാത്രമേ ഉള്ളത്. മലയാളത്തിൽ എങ്ങനെയാ? ഒന്ന് വായിച്ച് വേഗത്തെ. 1:28. അനുഗ്രഹിച്ചു. ഒന്ന് പെരുകി നിറഞ്ഞ് അടക്കി വാഴുവിൻ അല്ലേ? മതി. കർത്താവ് നമ്മോട് പറഞ്ഞത് ആദ്യം കുടുംബത്തെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് മാനവരാശിയെക്കുറിച്ചുള്ള ദൈവഹിതം അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുക. എന്താ 5 കാര്യങ്ങൾ എന്തൊക്കെയാ? സന്താനപുഷ്ടിയുള്ളവരായി. മലയാളം വാക്ക് പോരാ, സന്താനപുഷ്ടി എന്ന വാക്കിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളതായി ഇരിക്കുക. അപ്പോൾ സന്താനപുഷ്ടി മക്കളെ ജനിപ്പിക്കുക മാത്രമല്ല, ഒരുവൻ്റെ ജീവിതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കൃപാവരത്തിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, അല്ലേ, ജോലിയിലാവട്ടെ, എവിടേക്കാ ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സകല മേഖലകളിലും ബി ഫ്രൂട്ട്ഫുൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ മലയാളത്തിൽ വായിച്ചാൽ അതൊരു അത്ര സുഖമില്ല. സന്താനപുഷ്ടിയുള്ളവരെന്ന് തെറ്റല്ല, വാക്ക് തെറ്റല്ല, പക്ഷേ അത് ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് ഉണ്ട് ആഴമായി. ബി ഫ്രൂട്ട്ഫുൾ എന്ന ക്ലാസ് നമുക്കുണ്ട് ആഴമായി. വെച്ചാൽ എല്ലാ മേഖലകളും സകല മേഖല എന്തുണ്ടാകണം? നമ്മൾ ഫലമുള്ളവരായിത്തീരണം എല്ലാ മേഖലകളിലും. അത് പറയുക. 2 മൾട്ടിപ്ലൈ, റിപ്ലനിഷ് ആൻഡ് സബ്ഡ്യൂ, ഡൊമിനി. അത് 5 വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് വെച്ചെങ്കിലും ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അല്പമായി ചിന്തിക്കുന്നതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അത് നമുക്ക് പഠിക്കാനായിട്ട് ഒരു 5 നിലയുള്ള വീട് പോലെ ഒരു വീട് പോലെ നമുക്ക് എടുത്തു വെച്ച് പഠിക്കാൻ കഴിയും. അതിന് ഒരു 5 നില വീട് പണിയാണ് ഇപ്പോൾ എല്ലാം കോൺട്രാക്ടർമാരൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല, അല്ലേ? ഒരു വീട് പണിയുമ്പോൾ ആദ്യം ഇടുന്ന സാധനമാ ഫൗണ്ടേഷൻ, അല്ലേ? ആദ്യം ഇടുന്ന സാധനം ഫൗണ്ടേഷൻ. അത് കറക്റ്റ് അല്ലെങ്കിൽ ആ 5 നിലയാണോ 10 നിലയാണോ എത്ര പണിതാലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ വെറുതെ പൊട്ടിച്ച് കളയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഫൗണ്ടേഷൻ എപ്പോഴും കിങ്ഡം ഫൗണ്ടേഷൻ, ദൈവരാജ്യത്തിൻ്റെ വചനം കൊണ്ടാണ് ഈ 5 നിലയും പണിയേണ്ടത്. ഈ 5 കാര്യം ആരോട് പറഞ്ഞതാ? ഈ 5 കാര്യം ആരെയാ പറഞ്ഞത്? ആദമിനോട്, മനുഷ്യനോട്, നമ്മോട്, അല്ലേ? നമ്മോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ 5 കാര്യം, സന്താനപുഷ്ടിയുള്ളതായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക, ഈ 5 കാര്യങ്ങൾ പറയുമ്പോൾ ഈ 5 പണിയണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ വചനം, നീതിയും അല്ലെങ്കിൽ അവൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചും അവൻ്റെ നീതിയിലും അടിസ്ഥാനപ്പെട്ടിട്ടായിരിക്കണം ഈ 5 നിലകൾ പണിയേണ്ടത്. ഇല്ലെങ്കിൽ ആദ്യത്തെ 3 സന്താനപുഷ്ടിയുള്ള പെറ്റ് പെരുകിയിട്ട് അവസാനം തോന്നുന്ന പോലെ അവർ പോയി കളയും, അല്ലേ? അവസാനം അപ്പനും അമ്മയും ഏതെങ്കിലും അനാഥാസത്തിൽ കൊണ്ടാക്കിയിട്ട്, ഇല്ലെങ്കിൽ 2 വലിയ വീടൊക്കെ വെക്കും, വലിയ തോട്ടം മേടിച്ച് വീടൊക്കെ വെച്ച് 2 വലിയ ബുൾഡോസറെ പോലത്തെ 2 പട്ടീനെ മേടിച്ച് കൊടുക്കും. പിന്നെ മക്കൾ അവരുടെ വഴിക്ക് പോയി കളയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ എപ്പോഴും പക്കയായിരിക്കണം. വചന അടിസ്ഥാനം, കിങ്ഡം ഫൗണ്ടേഷൻ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് 1:26 എന്താ പഠിച്ചത്? ഉൽപ്പത്തി 1:26 കഴിഞ്ഞ ദിവസം പഠിച്ചതാ, അല്ലേ? എടുക്ക് വായിച്ചു. എന്താ പറഞ്ഞത്? സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക, അവർ പർവ്വജാതികളുടെ മേൽ, ഇഴജാതികളുടെ മേൽ, ജന്തുക്കളുടെ മേൽ, അല്ലേ? ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറയുന്ന, ബേർഡ്സ് കിങ്ഡം എന്ന് പറയുന്ന 5 രാജ്യങ്ങളുടെ മേൽ അവർ വാഴട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യനെ 6th കിങ്ഡമായത് മനുഷ്യരാജ്യത്തെ ആക്കി വെച്ചു. എന്നാൽ അവരുടെ തലയുടെ മുകളിൽ ആരുണ്ട്? 7th കിങ്ഡമായ ദൈവരാജ്യം നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതിൽ കീഴിൽ നിൽക്കാതെത്തോളം കാലം ബാക്കി നമ്മൾ 5ഉം പണിതിട്ട് കാര്യമില്ല. നമ്മൾ ഈ അടിസ്ഥാനം, ഫൗണ്ടേഷൻ ദൈവരാജ്യമല്ലാതെ നിങ്ങൾ എന്തൊക്കെ കോർത്തിണക്കി ഭൂമിയിൽ പണിതോ, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ വാരിക്കോരി സമ്പാദിച്ചോ, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് മുഴുവനും നിങ്ങളുടെ കയ്യിൽ നിന്ന് അസ്തമിച്ചിരിക്കുന്നതല്ല. ദൈവത്തെ വിട്ട്
അതുകൊണ്ട് 1 കൊരിന്ത്യർ 15-19 പറയുന്നു, ഇഹ ലോകത്തിലേക്ക് വേണ്ടി മാത്രമേ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ അരിഷ്ടന്മാർ. കർത്താവ് നമ്മോട് പറഞ്ഞ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, അത് വിട്ട് യേശുവിൻ്റെ നാമത്തിൽ പലതും കൽപ്പിച്ചു, മേടിച്ചു, പറിച്ചെടുത്ത്, തട്ടിപ്പറിച്ചൊക്കെ മേടിച്ച് കഴിയും. ശാന്തികാലമാകുമ്പോൾ ഇതൊന്നും നമുക്ക് ഉപയോഗമായി തീരത്തില്ല. കാരണം അറിയാമോ, ഫൗണ്ടേഷൻ എന്നും ക്ലിയർ ആയിരിക്കണം. ഒരു വീട് പണിയുമ്പോൾ, അല്ലേ, ഒരു കട പണിയുമ്പോൾ, ഒരു ബിൽഡിംഗ് ഫ്ലാറ്റ് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പക്കയല്ലെങ്കിൽ മുകളിലേക്ക് എന്തു പണിതാലും, ഈ പത്രോസ് ലേഖനം പറയുന്നില്ലേ, നിങ്ങൾ ജീവനുള്ള കല്ലുകളായ നിങ്ങൾ നമ്മളെല്ലാം അടുക്കൽ വന്നിട്ടല്ലേ പിറക്കി പിറക്കി പണിയുക. നമ്മൾ ആണോ ഇല്ലയോ? നമ്മളൊക്കെ ജീവനുള്ള കല്ലുകളാ. ഞാൻ ആദ്യം എവിടെയോ പറഞ്ഞു തോന്നുന്നുണ്ട് ആഴമായിട്ട്, ഇല്ല പിന്നെ എപ്പോഴെടുക്കും. ആ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പ്രവാചകനും അപ്പോസ്തലൻ എന്ന അടിസ്ഥാനത്തിൽ കല്ലിട്ട് പണിതു അവർ അപ്പോസ്തലന്മാർ. അതുമേൽ നമ്മൾ ജീവനുള്ള കല്ലുകൾ ഓരോ കല്ല് വെച്ച് പണിതുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. അപ്പം അതുപോലെ പണിയുന്ന എവിടെയാ? മൂലക്കല്ലിന്മേൽ വെച്ചുകൊണ്ടാണ്. ഇവിടെ ഫൗണ്ടേഷൻ ക്ലിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ കൈ വരുമ്പോൾ കുഴപ്പമില്ല, കുറേ നാൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അല്ലേ? അവസാനം തിത്തിരിപ്പക്ഷി കൂട് വെച്ച്, വാക്യമുണ്ട്, സദൃശവാക്യ വാക്യമുണ്ട്, ഇല്ലേ? അത് സമ്പത്തിനെ കുറിച്ച് പറയുന്നത് തിത്തിരിപ്പക്ഷി കൂട് വെച്ച് അത് പറന്നു പോകുന്നത് പോലെ ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് പറന്നു പോകുന്ന വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം അവിടെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ല. ദൈവരാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ വേണം ദൈവസഭ പണിയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം പണിയുവാൻ, നമ്മുടെ വിശ്വാസം പണിയുവാൻ, നമ്മുടെ കുടുംബം പണിയുവാൻ, നമ്മുടെ എന്ത് പണിയുമ്പോഴും അത് വേണം. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാവും പ്രിയപ്പെട്ടവരെ. നമ്മൾ നോക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ തലമുറ നോക്കിയാൽ മതി, എല്ലാം അത് തന്നെയാണ്. ഫൗണ്ടേഷൻ ക്രിസ്തു ആയിരിക്കണം. അതുകൊണ്ട് കർത്താവ് ഉൽപ്പത്തി 1-ാം അധ്യായത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളൊന്നും നമ്മൾ പഠിച്ചത് അവിടെ ഓർമ്മയുണ്ടല്ലോ, അല്ലേ? അപ്പോൾ മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങൾ മുഴുവൻ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം മാത്രമാണ് ദൈവം പറയുക, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി, അടുത്തത് പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. ഹല്ലേലൂയ. ഈ 5 കാര്യങ്ങളാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്. അതിൽ മറ്റൊന്നുമല്ല, മെയിൻ കാര്യം മറന്നു പോകരുത്. നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ ദൈവരാജ്യത്തിൽ. അതുകൊണ്ട് കർത്താവ് വന്ന് പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യമാണ്. ആ ദൈവഹിതം അറിയാതെ നമ്മൾ അതിനെ മോളി എന്തൊക്കെ പണിതിട്ട് എന്താ കാര്യം? നോക്കട്ടെ, ഇവിടെ വെച്ച് ഉണ്ടാവത്തില്ല, ഇവിടെ വെച്ച് നമ്മളൊന്നും അറിയത്തുമില്ല. പക്ഷേ ആ മത്തായി 7-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെ പഠിക്കുമ്പോൾ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എവരുമല്ല എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഇതെവിടെ വെച്ചാണ് പിടിക്കുന്നത്? തൊട്ട് താഴെ പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, വീര്യപ്രവൃത്തി ചെയ്തു. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഒരു നാളും അറിയുന്നില്ല. എവിടെ വെച്ചാണ് പറയുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരിച്ച് നമ്മുടെ കെട്ടും കിടക്കൊക്കെ ഇവിടെ വെച്ച് നമ്മൾ ന്യായവിധിന് മുമ്പിൽ ചുമമ്പോഴാണ് പറയുന്നത്. അവിടെ വെച്ച് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത സെക്കൻഡ് നരകമാണ് നമ്മുടെ മുമ്പിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവെന്ന് വിളിക്കുന്നതല്ല, അവൻ്റെ ഹിതം അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുന്നുള്ളത് ഇഷ്ടം. ഞാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്നെ കർത്താവ് രക്ഷിക്കപ്പെട്ടു, ഞാൻ അത് ചെയ്തു, ഒന്നും അല്ല വിഷയം. എന്തിനാ ദൈവം നമ്മളെ ഭൂമിയിലാക്കി ജനിപ്പിച്ചത്? എന്തിനാ കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? എന്തിനാ ദൈവ കർത്താവ് നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്? നാം എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? എനിക്ക് എങ്ങനെ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയും? നോക്കണം. അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കുമെന്ന വേദോസം പഠിപ്പിക്കുന്നു. അനേകർ എന്ന് പറഞ്ഞാൽ 1-2 അല്ല, അത്രയ്ക്ക് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും കള്ള ഉപദേശകന്മാരും ലോകം നിറച്ചു. എൻ്റെ വാക്കല്ല, ക്രിസ്തുവിൻ്റെ വാക്കാത്. അതുകൊണ്ട് കേൾക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ആരെന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും, അല്ലേ, ശ്രദ്ധയോടെ കേട്ടിട്ടാണ് ശരിയാണോ, വേദപുസ്തകം അടിസ്ഥാനമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഇന്നറിയില്ല, നമ്മൾ അന്ത്യനായ വിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. അന്ന് മാനസാന്തരപ്പെടാൻ പോലും നമുക്ക് അവസരം ഉണ്ടാകത്തില്ല. ഇന്നേ ഉള്ളൂ, ഇന്നാണ് സുപ്രധാന കാലം എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെട്ടാൽ അവസരമുണ്ട് നമുക്കിന്ന്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം നമുക്ക്, ദൈവരാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ. കാരണം കർത്താവ് അതിന് കീഴെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിന്മേൽ നിന്നുകൊണ്ടാണ് പണിയേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തു പണിതാലും ഒരു ദിവസം ചീട്ടിക്കൊട്ടാരം പോലെ എല്ലാം തകർന്നടിഞ്ഞു തീരും നമ്മുടെ മുമ്പിൽ. എത്രയോ 10,000 സാക്ഷ്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കണ്ടത്. ദൈവം ഉന്നതങ്ങളിലേക്ക് ദൈവം ഉയർത്തി അവസാനം ചീട്ടുകൊട്ടാരം പോലെ ഒരു താഴെ വീടുന്ന അനുഭവങ്ങളൊക്കെ ദൈവ കുടുംബങ്ങൾ, ദൈവ സഭകളൊക്കെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ചീട്ടുകൊട്ടാരം പോലെ പണം താഴെ വീഴുന്നത് എന്താണെന്നറിയാമോ? പണിതത് അടിസ്ഥാനം തെറ്റിപ്പോയി. അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ, ഒരു വാക്യമില്ല എന്നാ, അടിസ്ഥാനം തെറ്റിപ്പോയ നീതിമാൻ പോലും, ഒരു വാക്യം
ബാക്കി ഇവിടെ ഇല്ല, എവിടെയോ വായിച്ചത് ഓർമ്മ വരിക സദൃശവാക്യത്തിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ സങ്കീർത്തനം എവിടെയുണ്ട്, സങ്കീർത്തന. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞടക്കി വാഴുക, നമുക്കത് ഒരു 5 നില പോലെ നമുക്കത് പഠിക്കാൻ കഴിയും. അതിൽ ഫൗണ്ടേഷൻ മറന്നു പോകരുത്, ദൈവരാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കണം. ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവഹിതത്തിൽ നിന്ന് വേണം നമുക്ക് ചെയ്യാൻ. ഒന്നുമില്ല, ഒരുപക്ഷെ നമുക്ക് പഴങ്കഞ്ഞിയേ ഉണ്ടാകത്തില്ല, കഞ്ഞി മാത്രം ഉണ്ടാകത്തില്ല, പക്ഷേ അതിന്മേൽ നിന്നുകൊണ്ട് പണിയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അല്ലാതെ എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ സേവിക്കാൻ നോക്കിയാൽ ബ്ലണ്ടർ മിസ്റ്റേക്ക്, ഫൂളിഷായി പോകും നമ്മൾ. ഇത് എല്ലാം തികച്ചിട്ടല്ല, ആദ്യം രാജ്യവനീതി അന്വേഷിക്കണം. എല്ലാവരും പറയില്ലേ, ഒന്ന് കുറച്ച് കഴിയട്ടെ, എല്ലാം റിട്ടയർഡ് ലൈഫൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോകുന്നത്. അങ്ങനെയല്ല. ഫസ്റ്റ് ആദ്യം അവരുടെ രാജ്യവും അത് ഫൗണ്ടേഷൻ പക്കയാണെങ്കിൽ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഓടിയെത്തിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്നിട്ട് പോലും പൗലോസൊക്കെ പറയുക, എത്തിപ്പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്, പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുക. അവരങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ കാര്യം എന്താ ഗതികേടെന്ന് ആലോചിച്ച് നോക്കണം. അയ്യോ പേടിയോ. ചില സമയങ്ങളിൽ അകത്തുനിന്നും പാപത്തിൻ്റെ ചിന്തകൾ പൊങ്ങി വരും, പുറമേ നിന്നും നമുക്ക് ആക്രമണം വരുമ്പോഴല്ലേ ചില സമയം ഭ്രാന്ത് പിടിച്ച്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറയും, വണ്ടി ഓടിച്ച് ഉമ്മ കറങ്ങി നടക്കിങ്ങനെ, അല്ല വേറെ വഴിയില്ല. കാരണം ചില സമയത്ത് നമുക്ക് തന്നെ പ്രഷറായി പോവും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? പൗലോസിൻ്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പാവം പിടിച്ച ഈ ചെറിയ എളിദാസൻ്റെ ഗതി എന്താ നോക്കി, നമ്മുടെ ഗതി എന്തായിരിക്കും? അത്രമാത്രം അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷൻ പക്കയായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക്. അധികം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ ജസ്റ്റ് ഒന്ന് വാക്യം വായിച്ചു വിടുകയാണ്. ഉൽപ്പത്തി 1:26 നമ്മൾ വായിച്ചു, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യപുത്രന്മാരെ സൃഷ്ടിച്ചു എന്നാണ് വേദവസം പഠിപ്പിക്കുന്നത് അല്ലേ. നമുക്ക് കാണാം. പിന്നീട് നമ്മൾ കണ്ടു, അഞ്ചാം അധ്യായത്തിൽ കണ്ടു, പിന്നീട് മനുഷ്യൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മാറ്റം വന്നുപോയി. കാരണം പിന്നീട് പറയുന്ന മുഴുവനും ആദത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ശേത്തിനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. വായിച്ച ഓർമ്മയുണ്ടോ? പണ്ട് പഠിച്ചിട്ടില്ല, പഠിച്ചതാ. അപ്പോൾ പിന്നീട് കാണുന്ന ആദമിൻ്റെ സ്വരൂപം നമ്മുടെ എല്ലാം ആത്മാദേഹി ദേഹം എന്ന് പറയുന്ന സ്ട്രക്ചർ മറിഞ്ഞുപോയി. ദേഹം ദേഹി ആത്മാവായി, പാട്ട് പോലും അങ്ങനെ ആയിപ്പോയി നമുക്ക്. കാരണം എന്തും ദേഹത്തിൽ നിന്ന് ആരംഭിച്ച് കാഴ്ചയിൽ നിന്ന് ആരംഭിച്ചതാ. ഇതല്ല യഥാർത്ഥമായ സാദൃശ്യം എന്ന് പറയുന്നത്. ദൈവം ത്രിയേകനായിരിക്കുന്ന പോലെ പിതാപുത്രൻ പരിശുദ്ധാത്മാവ്, ആത്മാദേഹി ദേഹം, ആത്മാവിൽ നിന്ന് കേട്ട് ദേഹിയിലേക്ക്, ദേഹിയിൽ നിന്ന് ശരീരത്തിലൂടെ ലോകത്തിലേക്കാണ്. അതാണ് സിസ്റ്റം. ഞാൻ അതിനെക്കുറിച്ച് ആഴമായി പറഞ്ഞില്ലെങ്കിലും ഒറ്റവാക്കിൽ പറഞ്ഞു വിട്ടതാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിലേക്ക് ഓർഡർ തെറ്റിക്കിടക്കുക. ഇന്ന് നമ്മൾ കാഴ്ചയാലാണ് പല നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഒന്നുമല്ല സിസ്റ്റം. ആത്മാവിൽ നിന്ന് ആരംഭിക്കുക. ദൈവരാജ്യത്തിനകത്ത് ഒരു സിസ്റ്റങ്ങളുണ്ട്, ഒരു നീതിയുണ്ട്. അത് വിട്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയത്തില്ല. എന്തുമാകട്ടെ, അവിടെ നമുക്കറിയാം, അങ്ങനെ പറഞ്ഞ ശേഷം കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പെറ്റുപെരുകി അവിടെ വാഴാൻ പറഞ്ഞ കർത്താവ് വാഴുവിൻ, 28-ാമത്തെ വാക്യം പറഞ്ഞില്ലേ, നിങ്ങൾ വാഴുവിൻ എന്ന് പറഞ്ഞു. പക്ഷേ 9-ാം അധ്യായത്തിൽ നോഹയോട് പറയുമ്പോൾ ദൈവം നോഹയോടും അവരുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുൾ ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അവിടെ പറഞ്ഞു, ഉൽപ്പത്തി പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവിൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ നോഹയോട് ജലപ്രളയത്തിന് ശേഷം ന്യായവിധിയെ കഴിഞ്ഞ് നോഹയോട് പറയുമ്പോൾ, നിങ്ങൾ അവരുടെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയുവിൻ. 3 കാര്യങ്ങൾ മാത്രമേ നോഹയോട് പറഞ്ഞുള്ളൂ. കാരണം അടക്കുക, വാഴുക എന്നുള്ള ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവിടെ നിന്നുപോയി. കാരണം എന്താ, മനുഷ്യൻ്റെ അകത്തേക്ക് പാപം കടന്നുകൂടി, കയറിക്കൂടി. ഇനി അവനെ അടക്കാൻ പറഞ്ഞാൽ പറ്റില്ല. മക്കളെ പോലും അടക്കാൻ പറ്റത്തില്ല, പിന്നീട് ഇനി അല്ലേ, പറ്റില്ല. നമുക്ക് പാപം അകത്ത് കയറിപ്പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പിന്നീട് അതിനുശേഷം വന്ന തലമുറ, നോഹയ്ക്ക് ശേഷം വന്ന തലമുറ വരെ പിന്നീട് ഒരിക്കൽ പോലും ഈ 2 അനുഗ്രഹങ്ങൾ നമുക്ക് വേർപെട്ടു പോയി. എന്തൊക്കെയാ? അടക്കുക, വാഴുക. ഇനി നമ്മളിപ്പോൾ പറയും, നമ്മൾക്ക് രാജാവിൻ്റെ മക്കളല്ലേ, നമുക്കൊരു പറയാറില്ലേ നാട്ടുകാർ, ഒരു വിഷയം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു രാജാവിൻ്റെ മക്കൾ. അയ്യോ, അത് വേറെ രാജാവാണ്. അവർ പ്രസംഗിക്കുന്ന രാജാവിന് വ്യത്യാസമുണ്ട്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ വീണ് നമസ്കരിച്ചാൽ മതി, ഞാൻ നിനക്കെല്ലാം തരാമെന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. കർത്താവ് പോലും ഇവിടെ രാജാവായിട്ടില്ല, പിന്നെ നമ്മളെങ്ങനെ രാജാവാകും? ഒന്നും മിണ്ടിയില്ല നിങ്ങൾ.
കർത്താവ് പോലും ഇന്ന് ഇവിടെ രാജാവായിട്ടില്ല. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയിരിക്കുക. അവൻ മടങ്ങി വരുമ്പോൾ നമുക്ക് രാജാവാകാം. അത് ആകും. അത് നല്ല എന്താ പറയുക, നമ്മൾ കാത്തിരിക്കുക തന്നെയാണ് ചെയ്യും. അവൻ്റെ കൂടെ വാഴുക തന്നെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മുടെ കർത്താവ് രാജാവല്ല എന്ന കാര്യം മറന്നു പോകുക. അതുകൊണ്ട് കാരണം അറിയാമോ, മനുഷ്യർക്ക് അടക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ എല്ലാ മേഖലകളിലും, അവൻ്റെ ഇന്ദ്രിയങ്ങളിലും, അവൻ്റെ എല്ലാ അവയവങ്ങളിലും പാവം പെരുകി കിടക്കുകയാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ അവയവങ്ങളിൽ പാപം കയറി വീണു. ഇനി ആ പാപത്തിന് ദാസന്മാരായിട്ട് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് തന്നെയാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പഴയതിനേക്കാൾ ഒരു മാറ്റം ഉണ്ടാകത്തില്ല നമുക്ക്. പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ വചനം പഠിക്കുന്നത് അവൻ്റെ ആത്മാവെന്ന് പറയുന്ന ആ വലിയ ശക്തിയാൽ, ആ അഭിഷേകത്താൽ നമ്മൾ ഇതിനൊക്കെ ജയിച്ചടക്കുകയാണ്. ഡെലിവറൻസ് ക്ലാസ്സിൽ വരിക. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ആഴമായി പഠിക്കാൻ കഴിയും. ദൈവം വാഗ്ദത്തം കൊടുത്ത കാനാൻ ദേശത്ത് 7 മല്ലന്മാരായ ജാതികൾ കിടക്കുക. ദൈവം വാഗ്ദത്തം കൊടുത്ത ദേശത്ത് 7 മല്ലന്മാരായ, ആവർത്തന പുസ്തകത്തിലൊക്കെ ഇഷ്ടം ഒരു സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലൊക്കെ കിടക്കുക 7 മല്ലന്മാരായ ജാതികൾ. അവിടെ പോയി യോശുവയും കൂട്ടുകാരന്മാരൊക്കെ പൊയ്സാ മക്കളും പോയി പട വെട്ടി. കർത്താവ് വാഗ്ദത്തം കൊടുത്തതാ, കിട്ടിയോ അവർക്ക്? ഇറങ്ങണമെന്ന് പറഞ്ഞ് വാളും പരിചയം കുന്തവും തോക്കൊക്കെ ഇട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി വെട്ടിപ്പിടിക്കുക ചെയ്തത് അവർ. എന്നിട്ടും പൂർണ്ണമായി പിടിച്ചില്ല. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ദൈവം കൊടുത്ത വാഗ്ദത്തം മുഴുവനും പിടിക്കാതെ അവർ മാറിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഈ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഇന്നും ഈ ഭൂമി കിടക്കുന്നത്. ദൈവം കൊടുത്തതാണെങ്കിൽ അത് മുഴുവനും കൊടുത്തതാ, പക്ഷെ അവർക്ക് പറ്റിയില്ല. അവരെ ചരിത്രത്തിൽ അങ്ങനെ പഠിപ്പിക്കും. നമുക്ക് എന്തു പകട്ടെ, ഞാൻ പറഞ്ഞത് ഇതുപോലെ നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട് ഒരുപാട്. ഒന്നും മിണ്ടില്ല നമുക്ക്. ഇതൊക്കെ നമ്മൾ അവൻ്റെ ആത്മാവിനാൽ പിടിച്ചെടുക്കുക. അവിടെയാണ് നമ്മുടെ ഈ 4-ാമത്തെ കാര്യം എന്താ? അടക്കുക. സബ്ഡ്യൂ എന്നൊക്കെ പറയുന്ന, അടക്കാൻ പറയുന്നത്. പാപത്തിൽ വീണ് പോയ മനുഷ്യരോട് പിന്നെ ഒരിക്കൽ പോലും പറഞ്ഞില്ല, നോഹയോട് പറഞ്ഞില്ല നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ മാത്രം പറഞ്ഞു. ഇത് പഠിക്കാൻ ഒരു കോളേജിലും പോകണ്ട, നമുക്കെല്ലാവർക്കും അറിയാലേ. താഴേക്ക് പറഞ്ഞു വരുമ്പോൾ എബ്രായർ 2:7-8 വാക്യം പഠിക്കുമ്പോൾ, നീ അവനെ ദൈവത്തേക്കാൾ അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ മനുഷ്യനെ അധിപതിയാക്കി, ഉൽപ്പത്തിയിൽ അധിപതിയാക്കി വെച്ചു. പക്ഷേ സകലം അവൻ്റെ കാൽക്കീഴിലാകിയിരിക്കുന്നു എന്നൊരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലം കാൽ കീഴിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലം അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആദമിൻ്റെ കാൽ കീഴിൽ കൊടുത്തതാ ദൈവം എല്ലാം. സന്താനപുഷ്ടികളെ പെരുകി നിറഞ്ഞ് അടക്കി വാഴുക, 5 കാര്യങ്ങൾ കാൽ കീഴിൽ കൊടുത്തതാ. പക്ഷെ കാൽ കീഴിൽ നിൽക്കേണ്ട പല സാധനം, പാമ്പ് എവിടെ നിൽക്കണം? എല്ലാ സൃഷ്ടികളല്ലേ, ആനയും പോത്തും താറാവും കോഴിയും അല്ലേ, ഒക്കെ സൃഷ്ടികൾ ആദമിൻ്റെ കാൽ കീഴിൽ കൊടുത്തതാ. വാഴുവീൻ, സന്താനപുഷ്ടികളായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവിൻ എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്ക് അവസാനം കാൽ കീഴിൽ നിൽക്കേണ്ട ആ ജന്തു അല്ലെങ്കിൽ ആ പാമ്പ് എഴുന്നേറ്റ് നിൽക്കുവാൻ ഹവ്വ അതിനവസരം കൊടുത്ത മുതൽ പിഴവ് സംഭവിച്ചു പോയി ജീവിതത്തിൽ, അല്ലേ? കാൽ കീഴിൽ തന്നു. നീ വാഴുവാൻ പറയുന്നത് കാൽ കീഴിൽ കിടക്കേണ്ട ഒരു ജന്തു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാമ്പ്. ഇത് ഹവ്വ ആ പാമ്പിനോട് അനുവാദം കൊടുത്ത് മുഖാമുഖമായി സംസാരിക്കുവാൻ അവസരം കൊടുത്തു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതോടുകൂടി ഹവ്വയുടെ ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം എന്ന് പറയുമ്പോൾ കാൽ കീഴിൽ കിടക്കേണ്ട കാൽ കീഴിലാണ് കിടക്കേണ്ടത്. അതിന് അവസരം പലപ്പോഴും നമ്മൾ അവസരം കൊടുത്തു കഴിയുമ്പോഴാണ് ചില സമയങ്ങൾക്ക് അത് പാപം മൂത്ത് നമ്മളെ വിഴുങ്ങിക്കളയുന്നത്. ഒരുപാട് മർമ്മങ്ങളുണ്ട് ആ ഭാഗത്തൊക്കെ, ഒരുപാട് മർമ്മങ്ങൾ നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ ഇനിയുമുണ്ട്. ഞാൻ വിട്ടുപോകുകയാണ്. അതുകൊണ്ട് അന്ന് ആ താഴെ കിടക്കേണ്ടതൊക്കെ എഴുന്നേറ്റ് കൊടുക്കുവാൻ മനുഷ്യൻ അവസരം കൊടുത്തപ്പോൾ ഇന്ന് അതൊക്കെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു പാറ്റ ഓടിയ മതി, നമ്മളപ്പം പേടിച്ച് ഓടിക്കളയും, ആണോ ഇല്ലയോ എന്ന് പകട്ടെ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വാഴുവാൻ അധികാരമില്ല, കാരണം വാഴ്ച നമുക്കില്ല. നമ്മുടെ കർത്താവ് രാജാവായിട്ടുമില്ല. ഇനി രാജാവായി ആരെങ്കിലും പറഞ്ഞാൽ അത് വേറൊരു രാജാവിൻ്റെ ദാസന്മാരാ, കർത്താവിൻ്റെ ദാസന്മാരല്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ കറക്റ്റായിട്ട് കറന്നതിന് പറയാൻ കാരണം അങ്ങനെ ഇഷ്ടംപോലെ ലോകത്ത് ഇഷ്ടംപോലെ ദൈവദാസന്മാരുണ്ട് അങ്ങനത്തെ എന്ന് പേര് പറയുന്നവർ, ലോകത്തിൻ്റെ നന്മകളെ വിളിച്ചു പറയുന്നവർ, കർത്താവ് നമ്മളൊക്കെ രാജാവിൻ്റെ മക്കളെന്ന് വിളിച്ചു പറയുന്നവർ. സത്യത്തിൽ നമ്മുടെ കർത്താവ് രാജാവായോ? ഇല്ല. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി പോയിരിക്കുകയാ. മടങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും അന്ന് രാജാവായിക്കോളും. അതിനാരുടെയും അനുമതി വേണ്ട. ഹല്ലേലൂയ, മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കേൾക്കുന്ന നല്ലൊരു ശതമാനവും അനേകർ വന്ന് നിങ്ങളെ വഞ്ചിക്കുമെന്ന് പറഞ്ഞ് അത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇത് ആകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം മറന്നു പോകരുത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുറിച്ചായിട്ട് ഒന്ന് പഠിക്കാം നമുക്ക്, അല്ലേ?
ഒന്ന് കിങ്ഡം ഫൗണ്ടേഷനാണ് അല്ലേ ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ദൈവരാജ്യത്തിലെ നീതിക്കൊത്തവണ്ണം അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾക്കൊത്തവണ്ണം വേണം അത് ആ മോളിലേക്ക് പണിയുവാൻ എന്ന കാര്യം മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബിൽഡിംഗ് എങ്ങനെയാ? കിങ്ഡം ഫൗണ്ടേഷൻ. അതിന്മേൽ നിന്ന് വേണം ഒരുവൻ പണിയുവാൻ. ഏതെങ്കിലും വചനം വെച്ച് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു എന്തെങ്കിലും വചനം വെച്ചല്ല ഞാൻ പറയുന്നത്. ഒരു നീതിയുണ്ട്, വേദപുസ്തകം അതാ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വരുമ്പോൾ നമ്മളെയൊക്കെ വിചാരിക്കും കർത്താവിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ എല്ലാം വലിയ ആളാകുമോ എന്നുള്ളപ്പോൾ ഇതാണ്. അങ്ങനെ ഒന്നുമില്ല. കർത്താവ് വന്ന നഷ്ടങ്ങളേ ഉള്ളൂ നമുക്ക്. ഈ കർത്താവ് വരുമ്പോൾ ലാഭം ഒന്ന് കണ്ടിട്ട് നമ്മുടെയൊക്കെ പക്ഷേ കർത്താവിൽ വന്നാൽ 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 10 കിട്ടുന്ന ലാഭ പരിപാടിയാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ കർത്താവിൽ വന്നാൽ മുഴുവനും നഷ്ടമാണ്. ഈ ഉപദേശം നീ കേട്ടിട്ടില്ലല്ലേ? എന്നാ കേട്ടോ. കർത്താവിൽ യഥാർത്ഥമായി ഒരുവൻ കർത്താവിൽ വന്നാൽ അവന് നഷ്ടമേ ഉള്ളൂ. കാരണം നഷ്ടത്തിനു വേണ്ടിയാണ് എന്നെ നിങ്ങളെ വിളിച്ചത്. എൻ്റെ അവസാന ശ്വാസം എൻ്റെ പ്രാണൻ വരെ കൊടുക്കുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ എവിടെ ലാഭമെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് പോണത്? നിങ്ങൾക്ക് പറഞ്ഞ ലോജിക്ക് മനസ്സിലായെന്നിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവും. നമ്മൾ ഈ കേട്ട് വെച്ചത് വേറെ എന്തൊക്കെയോ. കർത്താവിൽ വന്നാൽ നമുക്കെല്ലാം കിട്ടും. അങ്ങനെ ഒരു വേദവാക്ക് ഈ പുസ്തകത്തിൽ പോലും ഇല്ലല്ലോ. കർത്താവിൽ വന്നാൽ കർത്താവ് തൻ്റെ പ്രാണനെ പോലെ വെച്ച് കൊടുത്ത് അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചീന്തിട്ട് കർത്താവ് നമുക്ക് വേണ്ടി പോയല്ലേ എന്നിട്ട് പറയാ ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യാനായിട്ട്. യോഹന്നാൻ 3:16 എന്താ പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് 1 യോഹന്നാൻ ലേഖനം വരുമ്പോൾ അതിൽ 3:16 എന്താ പറയുന്നത്? നമുക്ക് അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുത്തതുപോലെ നിങ്ങളും വായിച്ചിട്ടില്ലേ? നിങ്ങൾ പ്രാണനെ വെച്ച് കൊടുപ്പിൻ. ആകെ സ്വന്തം എന്ന് പറയാൻ നമുക്ക് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ നമ്മുടെ സ്വന്തം അല്ലേ? അതിട്ട് കുത്തുമ്പോഴല്ലേ നമ്മൾ നിനക്ക് ഞാൻ കാണിച്ചാളൊക്കെ പറയുന്നല്ലേ? ആകെയുള്ളത് അത് മാത്രമാണ്. അതും കൂടി കൊടുക്കാനേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എവിടെയാ ലാഭം എന്ന് പറയുന്നത്? പിന്നെ തന്നത് മുഴുവൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ എന്താ പറയുക, ഒരു ലോട്ടറി എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ബലം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ വിശ്വാസം കൊണ്ടോ നമ്മുടെ വിശുദ്ധി കൊണ്ടോ ഒന്നും അല്ലാതെ വിളിച്ചവൻ്റെ വിശ്വസ്തത കൊണ്ട് മാത്രമാണ്. അതങ്ങ് വെച്ചോ, അത് അനുഭവിച്ചോ, മക്കൾക്ക് കൊടുത്തോ, തലവർ മാറ്റി വെച്ചോ, പക്ഷെ വാക്കുകൾ കർത്താവിന് വേണ്ടി കൊടുക്കും. എല്ലാം കൂടി അടിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാം കൂടി അടിച്ചു മാറ്റി വെക്കേണ്ട. ബാക്കി ആവശ്യത്തിനെടുത്തോ സമൃദ്ധമായി എടുത്തോ എല്ലാം ചെയ്തിട്ട് ബാക്കി കർത്താവിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് ആ ഫൗണ്ടേഷൻ വാക്കി അടുത്ത മൂന്ന് നില പണിക്കുക. എന്തൊക്കെയാണ് 3 നില? സന്താനപുഷ്ടിയുള്ളവരായി ഞാൻ കണ്ടതേ 3 നില പണിയുക. ആദ്യത്തെ 3 നില പണിയുക. എന്താ 3 നില? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞു വരിക. അതൊരു സെറ്റാക്കി വെച്ചിരിക്കുക അല്ലേ? അതിനപ്പുറത്തേക്ക് പിന്നില്ല. അത് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിവാഹം കഴിഞ്ഞു, ഒരു കുടുംബജീവിതം നയിച്ചു, മക്കളെ കെട്ടിച്ചു വിട്ട് അവരും ഒരു കുടുംബജീവിതത്തിലേക്ക് കഴിഞ്ഞു പോകുക. അവിടെ നമ്മൾ അത് അന്ന് മുതൽ ഇന്ന് വരെ പാപത്തിൽ വീണ മനുഷ്യൻ്റെ ജീവിതത്തെ അന്ന് മുതൽ ഇന്ന് വരെ അതങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് ഉൽപ്പത്തിയിൽ മാനവരാശി കൊടുത്ത 2 കാര്യങ്ങൾ മറന്നുപോയി. അടക്കുക, സബ്ഡ്യൂ ആൻഡ് ഡൊമിനി എന്ന് പറയുന്ന അടക്കുക, വാഴുക നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് എപ്പോഴും കർത്താവിൻ്റെ ഉപദേശം നിങ്ങൾ നോക്കിയോ, ഗിരിപ്രഭാഷണമൊക്കെ പഠിക്കുമ്പോൾ കർത്താവ് പറയല്ലേ, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇടക്കിടക്ക് കർത്താവ് എന്താ പറയുക, ഇടക്കിടക്ക് ഒരു ചെറിയ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറയും, ആദിയിൽ അങ്ങനെയില്ലായിരുന്നു. അപ്പം തന്നെ മടക്കി വെച്ചിട്ടേ ഉൽപ്പത്തിയിലേക്ക് പോയി കൊള്ളം വേഗം. നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ മടിയാണ് ആ ഭാഗത്തേക്ക് അല്ലേ? നമ്മൾ കർത്താവ് എന്തെങ്കിലും അതിന് മർമ്മം ഉണ്ടായിട്ട് തന്നെയാണ്. ഞാൻ അതിന് അല്പം ഒരു നുള്ളേ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. കർത്താവിൻ്റെ വാക്കൊക്കെ ഭയങ്കര വാക്കാ. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആദിയിൽ അറിഞ്ഞാൽ മാത്രമേ ഇന്ന് ക്രിസ്ത്യൻ നേരെയോ ഓടിപ്പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന പല ഉപദേശങ്ങളും പൊട്ടി തകർന്ന് താഴെ വീഴും. കാരണം കർത്താവ് ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. എപ്പോഴും പറയാറില്ലേ, ഒരു കൃഷിക്കാരൻ ഒരു വാഴ നടുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സ്വപ്നമുണ്ട്. 9-ാം മാസം എനിക്കൊരു വാഴക്കൊല തരണമെന്നുള്ളത് ഇല്ലേ? പിന്നെ രാവിലെ ദിവസം വെള്ളം കോരി ഒഴിച്ച് വളമിട്ട് വിടുന്ന എന്തിനു വേണ്ടിയാ? ഇല വിടർത്തി ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയാ ആണോ? അങ്ങനെയാണെങ്കിൽ ആ നട്ടവൻ ഭ്രാന്തനാണവൻ. ആ 9-ാം മാസം കഴിഞ്ഞ് വേണമെങ്കിൽ 10 മാസം എടുത്തോ, അത്രയേ ഉള്ളൂ. ആ 10 മാസം കൊലച്ചില്ലെങ്കിൽ വെട്ടി. കർത്താവ് എന്താ പറഞ്ഞത്? 1 വർഷം കൂടി ഞാൻ നോക്കട്ടെ. കൃഷിക്കാരൻ പറഞ്ഞു 1 വർഷം കൂടി ഞാൻ TT40 എന്നൊക്കെ പറയുന്ന വളമൊക്കെ ഇട്ട് നോക്കാമെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ അത് വളമിട്ട് കഴിഞ്ഞിട്ടല്ലേ പിന്നീടുള്ളത് നേരെ കത്തിക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഒന്ന് മിണ്ടിയില്ല നിങ്ങൾ.
ഓക്കെ, ന്യായവിധിയെക്കുറിച്ച് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാൻ മായം ചേർക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ്, ആദ്യത്തെ 3 നില നമുക്ക് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത്തത് ലാസ്റ്റ് പറഞ്ഞ വാഴുവാൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പറ്റില്ല. കാരണം അറിയാമോ, നമ്മുടെ അവയവങ്ങളിൽ പാപം വാണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യ ജീവിതം, ഡൊമിനിയൻ, വാഴ്ച എന്ന് പറയുന്നത് ഈ യുഗത്തിലല്ല നമുക്കുള്ളത്. ഈ യുഗത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വെച്ച് ആ റബ്ബർ വെച്ച് മായ്ച്ചു കളഞ്ഞേക്ക്. ഈ യുഗത്തിലല്ല നമ്മുടെ വാഴ്ച ആരംഭിക്കാൻ പോകുന്നത്. ആണോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തെറ്റായിട്ട് ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്കുക. ഒരിക്കലുമല്ല. സന്താനപുഷ്ടികളെ പെരുകി നിറഞ്ഞ് 3 കാര്യം നമുക്കിപ്പോൾ ചെയ്യും. 4ാമത്, ഇന്ന് ഈ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ യുഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അടക്കാൻ പഠിക്കുക. പഠിപ്പിക്കുക, നമ്മളെ തന്നെ പഠിപ്പിക്കുക, അല്ലേ? പഠിക്കുക നമ്മളിപ്പോൾ. അങ്ങനെ ജയിക്കുന്നവരാണ് 5ാമത്തെ വാഴ്ചയിലേക്ക് കടക്കുന്നത്, 1000 ആണ്ടിലേക്ക്. ഓർഡർ മനസ്സാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ യുഗത്തിൽ എന്തെങ്കിലും വാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് മറന്നു പോകരുത്. ഓക്കെ, 2 കാര്യങ്ങൾ നമുക്ക് മുകളിൽ കാണാം, അല്ലേ? അത് ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞത് സഭയിൽ പ്രസംഗിക്കേണ്ടത്, പഠിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. അടക്കുക, വാഴുക. എവിടെയാ, അല്ലേ? അത് ആഴമായി പഠിക്കേണ്ടത് നമ്മുടെ വിഷയം. അത് ആഴമായി പഠിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഒരു സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു വരികയാണ്. ഗ്രഹിച്ചോ? മനസ്സാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ നമുക്കറിയാം, ഈ അടക്കണമെങ്കിൽ, അല്ലേ, നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യണം. കയ്യാങ്കളി വേണം നമുക്ക്, അല്ലേ? എടി ആ സാധനം അവിടെ വെച്ചേക്കണത് ഞാൻ അവിടെ ഇരിക്കട്ടെ മനുഷ്യൻ, നീക്കാൻ നോക്കുമ്പോൾ നമ്മൾ അടുത്തതാക്കി നമ്മൾ കയ്യാങ്കളി എടുക്കുക, അല്ലേ? അതുപോലെ അതേ കയ്യാങ്കളി തന്നെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഭാര്യയുടെ നെഞ്ചത്തല്ല, ഭർത്താവിൻ്റെ നെഞ്ചത്തല്ല, പിന്നെ എവിടെയാ? ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ, അവിടെയാണ് നമുക്ക് ഒരു അടക്കുക എന്നൊരു ജീവിതം വേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം, പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടി വിശദമാക്കി പറയുക. അപ്പം അതുകൊണ്ട് ഈ 4ാമത്തെ കാര്യം സബ്ഡ്യൂ എന്ന് പറയുന്ന ആ ഒരു അടക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ. ആണല്ലയോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവണം നിങ്ങൾക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ മാനവരാശിയോട് പറഞ്ഞത് എന്താ? സന്താനപുഷ്ടികളായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക, അല്ലേ? ഞാൻ നിങ്ങളെ പറവജാതികളുടെ മേൽ, ഫിഷ് കിങ്ഡം, ആനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, അല്ലേ എന്നൊക്കെ പറഞ്ഞ ബേർഡ്സ് കിങ്ഡം, 5 പറവകളുടെ മേൽ, 5 രാജ്യങ്ങളുടെ മേൽ വാഴുവാൻ പറഞ്ഞത്. ഉൽപ്പത്തിൽ എഴുതി വെച്ചത് വാഴാൻ പറ്റില്ല നമുക്കിന്ന്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറേ കിളികളെ കൂട്ടിലിട്ട് വളർത്തുക. അത് പുറത്തേക്ക് വിട, അപ്പം അറിയാം അവർ വാഴാൻ വരും നിൽക്കുമെന്ന്. ഇവിടെ വാഴാന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി കളയും മണി. ഒന്നും മിണ്ടില്ലല്ലോ നിങ്ങൾ. ഇപ്പം അടച്ചിട്ടതുകൊണ്ടാണ് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ പിറകെ പോയി കളയും. അവസരം കൊടുത്തു നോക്ക്. നമ്മുടെ വീട്ടിൽ നായൊക്കെ വളർത്തുമ്പോൾ നായ കെട്ടിയിട്ടതുകൊണ്ടാണ്. പിന്നെ ചോറിൻ്റെ സ്നേഹം കൊണ്ട് വന്ന് മാത്രമേ ഉള്ളൂ. എന്തുമാകട്ടെ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന യുഗം എന്ന് പറയുന്നത് ആ അടക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷമാണ് 5ാമത്തെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയാ? വാഴുക. അത് ഈ യുഗത്തിലല്ല. കർത്താവ് രാജ്യത്വം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് നമ്മെ കാന്തയെ വിവാഹം കഴിച്ച് ആകാശമണിയറയിലേക്ക് കടന്നുപോയി. ആകാശമണിയറ സ്വർഗത്തിലേക്കല്ല, ആകാശമണിയെ കടന്നുപോയിട്ട് അവിടെ 7 വർഷം മണവാളിൻ്റെ കൂടെ മണിയറയിലിരുന്ന് അതിനുശേഷം ഭൂമിയിൽ 7 വർഷം പീഡനകാലം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ആ ഒലിവുമലയിൽ വന്ന് സകല വിശുദ്ധന്മാരുമായിട്ട് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ 2ആയി പിളർന്നു പോയി. അന്ന് മുതലാണ് അവിടെ വാഴ്ച ആരംഭിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായി പിന്നീട് പഠിക്കും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ആ യുഗം നിങ്ങളൊന്ന് സ്വപ്നം കാണുന്നുവെങ്കിൽ, ഏത് യുഗമാ? കർത്താവിനോട് കൂടിയുള്ള വാഴ്ച, നിങ്ങൾ അവൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് 4ാമത്തെ വീട് നിങ്ങൾ പണിയണം, അല്ലെങ്കിൽ 4ാമത്തെ നില നമ്മൾ പണിയണം. എന്താ നില? എന്താണത്? അടക്കുക, സബ്ഡ്യൂ. ഇനി അതിനുശേഷമാണ് ഡൊമിനിയൻ എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച വരാൻ പോകുന്നത്. അവിടെയാണ് വാഴ്ച നമുക്കുള്ളത്. ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ, അല്ലേ? ഇതിന് വിവരമായി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തിരുത്തെഴുതുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലോ നിങ്ങൾ? ഇപ്പോൾ യുദ്ധമാണിപ്പോൾ. യുദ്ധം ചെയ്യാൻ നമ്മൾ ഒട്ടും മോശക്കാരുമല്ല, അല്ലേ നമ്മളെല്ലാവരും? എന്തുമാകട്ടെ, ഇപ്പോൾ നമ്മൾ ആ സബ്ഡ്യൂ എന്ന് പറയുന്ന അതിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ഇത്ര പറഞ്ഞ മനസ്സാവുന്നു? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാണ് 1000 ആണ്ടിൽ വാഴ്ചയ്ക്ക് അർഹനായിത്തീരുന്നവർ. 5 നമ്മളെ വരും ദിവസങ്ങളിൽ ഇതിനോട് ചേർന്ന് പഠിക്കും. 5 ഒന്നാം പുനരുദ്ധാനത്തിൽ പേരുള്ളവർ ഭാഗ്യവാന്മാർ.
20-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 5-ാം വാക്യയിലെ ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പേരുള്ളവരാണ് ഈ അഞ്ച് കൂട്ടരാണ്. അവരാണ് ഈ 1000 ആണ്ടിൽ ഈ 5-ാമത്തെ തലയിൽ വാഴാൻ പോകുന്ന ആൾക്കാർ. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ മനസ്സാകും. മുന്നോട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് വാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് നാളെ പോയിട്ട് അടികൂടാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവസാനം ഒന്ന് അല്ല ചീത്തപ്പറ, നമുക്ക് ഇനിയും ചീത്തപ്പനുണ്ടാക്കി കേരളം വയ്യ, എനിക്ക് അടിയുണ്ടാക്കരുത്. അടിയുണ്ടാക്കേണ്ടത് ഈ 5 കാര്യങ്ങളോടായിരിക്കണം. ഇനിയും പഠിച്ചാൽ ഉണ്ടാകും, പക്ഷേ ഞാനൊക്കെ കിട്ടിയപ്പോൾ അങ്ങോട്ട് എഴുതി വെച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന്, ലോകത്തോട് ആഴമായി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമുക്കല്ലേ. നമ്മളെവിടെയാണ് പോരാട്ടം നമുക്കുള്ളത്? സബ്ഡി എവിടെയുള്ളത്? എവിടെ? ഈ ഒന്ന്, ലോകത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അതെ. 2, നമുക്ക് ജഡത്തോടൊരു പോരാട്ടം നമുക്ക് ഇന്നുമുണ്ട്. അത് എന്നുകൊണ്ടാണ്, മരണം വരെ ഉണ്ട് കേട്ടോ, ഒരു ദിവസമല്ല, അത് നമ്മുടെ ശ്വാസം പോകുന്നത് വരെ ഉണ്ട്. 3, ആർക്കാ? പിശാചിനോടൊരു പോരാട്ടമുണ്ട്. 4, നമ്മുടെ സ്വയം, നമ്മൾ യഥാർത്ഥ ഞാനെന്ന് പറയുന്ന നമ്മുടെ സ്വയത്തോട് നമുക്ക് എന്നൊരു പോരാട്ടമുണ്ട്. 5, എന്നും ഒരു സന്ധിയില്ലാ സമരം പോലെ അല്ലേ? ഈ പോലീസുകാരൊക്കെ ഉണ്ടല്ലേ, എപ്പോഴും കൊല്ലാൻ വേണ്ടി വടിവാളൊക്കെ എടുപ്പ് റെഡിയാ. സന്ധിയില്ല ശത്രുക്കൾക്കെതിരെ ഇറങ്ങി വിട്ട പോലെ, പട്ടാളക്കാരെ പോലേക്ക് നമ്മൾ പാപത്തോട് ഈ ആയുസ്സിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. ഇങ്ങനെ പോരാടി ജയിക്കുന്നവരാണ് ജയാളികളായി കർത്താവിൻ്റെ വരവിൽ പ്രമോഷൻ കിട്ടി 1000 വാർഡിലേക്ക് കടക്കുന്നവർ. അവിടെയാണ് നമ്മുടെ ഡൊമിനിയൻ വാഴ്ച ആരംഭിക്കുന്നത്. ഇപ്പം ക്ലിയർ ആണോ നിങ്ങൾക്ക്? അല്ലാത്തവരാരും ഉണ്ടാകത്തില്ല. ഞാൻ പറയാ, ബാക്കിയുള്ളവർ പുനരുദ്ധാനം കഴിയുന്നവർ, എന്താ പറയുക, 1000 ആണ്ട് കഴിയുന്നവരെ അവർ ഉയർത്തെഴുന്നേറ്റില്ല എന്ന വാക്യം 20-ാം അധ്യായത്തിൽ കിടക്കുക, അവിടെ എഴുതി വെച്ചിരിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. എങ്ങനെയാണ് മാനവരാശിക്കുള്ള നിയമനങ്ങൾ, ന്യായവിധികൾ എല്ലാം പഠിക്കും. നിങ്ങൾ ഈ വിഷയത്തിനകത്ത് എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് നമുക്ക് വേഗത്തിൽ ക്ലാസ് മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ ഒന്ന്, ലോകത്തോട് നമുക്ക് എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ട്. ഒരു കാര്യം മറന്നു പോകരുത്, ഇത് ജയിക്കുന്നവനാണ് വാഴ്ചയുള്ളത്. അതുകൊണ്ട് 7 സഭയോട് ദൂത് പറയുമ്പോഴും ജയിക്കുന്നവനിത് അവകാശമാക്കും. അത് വായിച്ചിട്ടില്ലേ? ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെന്നവർ ജയിക്കുന്നവന് മാത്രമുള്ളതാ. അതുകൊണ്ട് ദൈവരാജ്യം കാണാൻ കഴിയും, കടക്കാൻ കഴിയും. ദൈവരാജ്യം അനുഭവിക്കുകയല്ല, അവകാശമാക്കി എടുക്കുക നമ്മൾ അല്ലേ? അതിന് വലിയ പോരാട്ടം. അവിടെയാണ് ഈ പോരാട്ടത്തിന് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവരാജ്യം അവകാശമാക്കി എടുക്കുക നമ്മൾ. അത് നമുക്ക് തലമുറകളായി കിട്ടിയ സമ്പത്തല്ലത് അല്ലേ? വില കൊടുത്ത് വാങ്ങുന്നതല്ല, നമ്മളത് അവകാശമാക്കി പിടിച്ചെടുക്കുകയാണ്. നമ്മൾ അവകാശമാക്കി എടുക്കുക. എൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ദൈവം വെച്ചിരിക്കുക. ആർക്ക് വേണമെങ്കിലും പിടിച്ചെടുക്കാം, എന്തോരം വേണമെങ്കിൽ പിടിച്ചെടുക്കാം. പക്ഷേ അവൻ്റെ ആത്മാവിനാൽ മാത്രം കഴിയത്തുള്ളൂ. അതാണ് സത്യമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് വേഗത്തോട് ഒന്ന്, ലോകത്തോടുള്ള പോരാട്ടം നാം പഠിച്ചതാണ്. അതുകൊണ്ട് വേൾഡിനെ കുറിച്ച് 10-22 ക്ലാസ് ഇപ്പോൾ മുഴുവനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഞാൻ കൊണ്ട് മുഴുവനും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേൾഡ് 22 ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ആ വാക്യം മാത്രം പറഞ്ഞു പോകുന്നു. യാക്കോബ് 4:4 പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുന്നത് കേൾക്കുന്നതല്ല, എന്താ ലോകം എന്നൊക്കെ പഠിച്ചതാ അല്ലേ? അപ്പോൾ ലോകത്തെ സ്നേഹിച്ചാൽ നമുക്കൊരിക്കലും ജയിക്കുവാൻ കഴിയത്തില്ല. എത്രയോ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ ജീവിതം ആരംഭിച്ചതാ, എത്രയോ ദൈവദാസന്മാർ അവരുടെ മിനിസ്ട്രി ജീവിതം ആരംഭിച്ചതാ, പരിശുദ്ധാത്മാവിനൊക്കെ അഭിഷേകത്താലും കൃപാവരത്തെ ആരംഭിച്ചു. പക്ഷെ വഴിയാത്രയിൽ എല്ലാം തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് താഴെ പോയില്ലേ? ഒന്നുമില്ലാത്തവരെ പോലെ ലജ്ജിതായി ഇന്ന് ലോകത്ത് എത്രയോ ആൾക്കാർ എനിക്കറിയാം. എത്രയോ ആൾക്ക് എന്നുള്ളതറിയാമോ? അവർ എവിടെയോ അകത്തറിയാതെ സ്നേഹം അകത്തേക്ക് കടന്നു കയറും. നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ക്രിസ്തു ദൈവത്തിൻ്റെ ശത്രുവായി മാറുകയാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ഞാനും ദൈവവും ശത്രുതയിലായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ശത്രുതയെ ക്രിസ്തു ക്രൂശിൽ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഞാനും ദൈവം തമ്മിൽ എന്താണ്? മിത്രമാണ്. എന്നാൽ ആ മിത്രമായ എന്നെയും ദൈവത്തെയും ഞാൻ വീണ്ടും ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ എൻ്റെ അകത്ത് ദൈവത്തോട് ശത്രുതമായി മാറുകയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ വെച്ച് അറിയില്ല, അവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ അവസാനം അറിയാൻ കഴിയത്തുള്ളൂ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, എബ്രായർക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മുമ്പേ പോയവരെ, നിങ്ങൾ നടത്തിയവരെയൊക്കെ ജീവിതം അവസാനം കണ്ടവരനുകരിപ്പിൻ. വായിച്ചിട്ടുണ്ടോ നിങ്ങളതൊക്കെ? അല്ലേ? നിങ്ങൾ നടത്തിയവരെ,
നിങ്ങൾ നയിച്ചവരെ അവരുടെ അന്ത്യം കണ്ട് നിങ്ങൾ അവരെ അനുകരിപ്പിൻ. അന്ത്യം നല്ലതായിരിക്കണം. ഞാൻ മറാന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആഴമായ ക്ലാസ് ഉണ്ട്. പക്ഷേ ഇനി സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഞാനിപ്പോൾ ഗൂഗിൾ മീറ്റ് എവിടെയെങ്കിലും ഞാൻ വീണ്ടും ആ ക്ലാസ് ആരംഭിക്കും. കാരണം ഇനി പഠിക്കാവുന്ന സമയമില്ല നമുക്ക് ഒന്നിനും. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പറഞ്ഞ് നമ്മുടെ അന്ത്യമാണ് ഒരു മനുഷ്യൻ്റെ പൂർവ്വകാലത്തേക്കാൾ നല്ലത്. ഒരു വാക്യമുണ്ടല്ലോ, ഇയ്യോബ് പറയുന്ന വാക്യമുണ്ട്, പൂർവ്വകാലത്തേക്കാൾ അവസാനമാണ് നല്ലത് നമ്മുടെ. അപ്പോൾ ഒരു മനുഷ്യൻ അവസാനം നോക്കിയിട്ട് വേണം അവനെ അനുഗമിക്കുവാൻ. ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വിശ്വസിച്ചേക്കരുത്. അവൻ്റെ അന്ത്യം വളരെ ശ്രദ്ധയോടെ. അതാണ് ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നയിക്കുന്നവരെ, നമ്മൾ നടത്തുന്നവരെ, നടത്തിയവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ് മനസ്സാവണം നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു. വേഗത്തിൽ വിടുകയാണ്. ഗലാത്യർ 1:3 പറയുന്നു, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവായവൻ്റെ വായിച്ച് ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പം കർത്താവ് ക്രൂശിൽ മരിച്ച് എന്നെ അവൻ വീണ്ടെടുത്തത്, ഞാൻ വീണ്ടെടുപ്പിനെ കുറിച്ച് എപ്പോഴും ക്ലാസ് എടുക്കുന്നത് പിന്നീട്, എന്നെ കർത്താവ് വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാ? നോക്കിയേ, ഞാൻ വീണ്ടെടുപ്പിനെ കുറിച്ച് പിന്നീട് ക്ലാസ് എടുത്തു, ആഴമായ ക്ലാസ് ഉണ്ട് വീണ്ടെടുപ്പിനെ കുറിച്ച്. നോക്കിയേ, ലോകത്തിൽ കിടന്ന ദുഷ്ടലോകത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ ജീവൻ്റെ വില ദൈവത്തിന് പിതാവിന് കൊടുത്തിട്ട് നമ്മെ ദുഷ്ടലോകത്ത് ഇങ്ങനെ ആ ലോകത്ത് വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയാ? ഇവിടെ വന്ന് കൈയടിച്ച് പാട്ടുപാടി യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പോകാൻ വേണ്ടിയോ? ഇതൊന്നും അല്ല. എന്തിനു വേണ്ടിയാ? നമ്മുടെ അകം മുഴുവൻ ലോകം കയറി കിടക്കുകയാ. അങ്ങനെ അല്ലേ? അതേന്നേ, എൻ്റെയും നിങ്ങളുടെയും ജഡയിച്ചകൾ പോട്ടെ, അവിടെ കിടക്കട്ടെ, ലോകം കയറി കിടക്കുക. ആ ലോകത്തെ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കണം. അകത്ത് നിന്നും ഈ ലോകത്തിൽ നിന്നും. 2 ലോകമുണ്ടല്ലോ, ഒന്നിൻ്റെ അകത്ത് കയറി കിടക്കുന്നതും 2 ഇവിടെ പുറത്തുള്ളതും. ഈ 2ൽ നിന്ന് വിടുവിച്ചിട്ട് പുത്രൻ രാജ്യത്തിലേക്ക് ആക്കി വെക്കുകയാണ് നമ്മളെ. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്നെ ലോകത്ത് നിന്ന് വിടുവിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഹൃദയം മണ്ണിപ്പൂട്ട് പോയി. വിലാപങ്ങൾ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ ഹൃദയം മണ്ണിൽ പൂണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവളുടെ ചിന്തകളും ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സൊക്കെ ഈ ലോകത്തോട് മണ്ണിൻ്റെ മോഹമായി പോയി. ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, നരകത്തിലേക്ക് പോയിട്ട് വന്ന പോലെ. അങ്ങനെയല്ലേ? അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ വിടുവിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ അകത്ത് നിന്ന് പറിച്ചു കളയാൻ വേണ്ടിയാണ്. ഇത് പറിക്കുമ്പോഴാണ് പലർക്കും വേദനിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? പക്ഷേ അത് പറിക്കുമ്പോൾ കുറച്ച് അല്പം വേദനിച്ചാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ നന്മക്കായി കൂടി വ്യാപരിക്കും നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മളെ ദൈവം വിളിച്ചത് ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കാൻ വേണ്ടിയാണ്. കാര്യം മറന്നു പോകരുത്. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കേണ്ടത്. ഞാൻ ഇത്ര പഠിച്ചതുകൊണ്ട് ഞാൻ 3 വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചത് ഇവിടെ ലോകത്തെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, വരുവാനുള്ള ലോകത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലേ? വായിച്ചില്ലേ? വരുവാനുള്ള ലോകം, അതാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെ ആവണം, എപ്പോഴും നിറയണം. നമ്മുടെ ഈ ലോകത്തിലല്ല നമ്മുടെ പ്രത്യാശ. വരുവാനൊരു ലോകമുണ്ട്, അത് 1000 ആണ്ടിൽ ആരംഭിക്കും, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ആരംഭിക്കും. അത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും. സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം, കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം, നിത്യമായ രാജ്യമൊക്കെ കീറി മുറിച്ച് നമ്മൾ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ലോകത്തെ വെറുക്കുവാൻ നാം പഠിച്ചേ മതിയാകത്തുള്ളൂ. കൺമുമ്പിൽ ലോകമോഹം വരുമ്പോൾ നമ്മളെല്ലാം മനഃപൂർവ്വം പഠിക്കണം. നമ്മൾ കർത്താവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു പോയെന്ന് ഞാൻ പറയത്തുള്ളൂ, വഞ്ചിക്കപ്പെട്ടു പോയെന്ന് ഞാൻ പറയത്തുള്ളൂ പിശാചിനാൽ. കാരണം കർത്താവ് നമ്മെ അവൻ്റെ ആത്മാവിൽ നിറച്ചു തന്നിരിക്കുന്നത് നമ്മൾ അവനോട് കൂടെ നടന്ന് യുദ്ധം ചെയ്ത് പിടിക്കാൻ വേണ്ടിയാണ്. ഇന്നൊരു കള്ളോപദേശമുണ്ട്, കർത്താവെല്ലാം ക്രൂശിൽ തീർത്തു, നമ്മളിനി ഒന്നും ചെയ്യണ്ട, നമ്മൾ നിന്നാ മതി, കൈയടിച്ച് നിന്നാൽ മതി. ഒരു ദുരുപദേശം ലോകത്തുണ്ട്, കർത്താവെല്ലാം ക്രൂശിൽ തീർത്തിരിക്കുക, നമ്മളൊന്നും ചെയ്യേണ്ടെന്ന്. എന്നാൽ പഴയ നിയമം ഞാൻ ചരിത്രം വെച്ച് പഠിപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ പഴയ ഉപമകൾ അല്ലെങ്കിൽ ആ നിഴൽ വെച്ച് പഠിപ്പിക്കുന്നത് അത് വെച്ചാൽ മനസ്സിലാകത്തുള്ളൂ. കർത്താവ് പൂർത്തിയാക്കിയത് നമ്മൾ അവകാശമാക്കി എടുക്കുകയാണ് ഇങ്ങോട്ട്. അല്ലേ സഹോദരങ്ങളെ? നിങ്ങളുടെ പേരിൽ അക്കൗണ്ടിൽ എല്ലാം ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് അവകാശമാക്കണമെങ്കിൽ നിങ്ങൾ പോയി പിടിച്ചെടുക്കുക അതിങ്ങോട്ട്. വരും ദിവസം പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും, അത്ര ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം കർത്താവ് എന്നെ വിടുവിച്ചോളും, എനിക്ക് ഇന്ന പാവ സ്വഭാവമുണ്ട്, എനിക്ക് കൺമോഹമുണ്ട്, കർത്താവ് ശരിയായിക്കോളുന്ന പോയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് ജയിക്കുവാനുള്ള എല്ലാ ആയുധങ്ങളും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അവൻ്റെ ആത്മാവിനെ നമ്മൾ തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക നമ്മൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അതാണ് സബ്ഡ്യൂ, നമ്മൾ അടക്കുക എന്ന് പറയുന്നത്. അല്ലാതെ കർത്താവ് ചെയ്തു കൊള്ളുമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ മഠയന്മാരായി തിരികെ നമ്മൾ. എൻ്റെ വാക്ക് ക്ലിയർ ആണോ നിങ്ങൾക്ക്?
ഇത് ലോകത്തിൽ കേട്ടുവരുന്ന ദുരുപദേശമാണത്. കർത്താവെല്ലാം തീർത്തു വെച്ചിരിക്കുന്നു, നമ്മൾ നിന്ന് കൊടുത്താൽ മതി. നടക്കില്ല സഹോദരങ്ങൾ. ഉള്ള കാര്യം ഞാൻ പറയാം. ക്രിസ്ത്യ ജീവിതം എന്താ പറയുക, ഈ 12 ഗോത്രങ്ങൾ യോശുവയോട് ചേർന്ന് പോയി പിടിച്ചടക്കുക യുദ്ധം ചെയ്ത്. നമ്മളും ഒരു യോശുവ നമ്മുടെ കൂടെയുണ്ട്. മോശ മരിച്ചുപോയില്ലേ, നമ്മുടെ കർത്താവ് മരിച്ചുപോയി ഇല്ലേ. ഇനിയിപ്പോൾ യോശുവ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക നമ്മുടെ കനാൻ ദേശം, നമ്മുടെ ദൈവരാജ്യം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ക്ലാസ്സിൽ പഠിക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളുടെ മേൽ ഉത്തരവാദിത്വം. നമുക്ക് കണ്ണിനെ എന്താ പറയുക നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ, നമ്മുടെ ചെവിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ, നാവുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ. കർത്താവ് കൃപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ യുദ്ധം ചെയ്യേണ്ടത്. വരുമ്പോൾ നമ്മളെ തന്നെയാണ് അതിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കണ്ണിനോട് പറഞ്ഞ് പഠിപ്പിക്കുക. ഈ യോ പറഞ്ഞ പോലെ ഞാൻ കണ്ണുമായിട്ട് നിയമനം ചെയ്യുന്നതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ സ്നേഹത്തിൽ നിന്നുകൊണ്ട്. അല്ലാതെ കർത്താവെല്ലാം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും വിളിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ പാവം മൂത്ത് പാപത്തിന് ദാസനായി നരകത്തിലേക്ക് പോകത്തേ ഉള്ളൂ ആ ഉപദേശത്തിന് പുറകെ പോയാൽ. ദൈവം അവനെയും അവൻ്റെ ആത്മാവിനെയും കൃപാവരങ്ങളും അവൻ്റെ വിശുദ്ധ സഭകളും വിശുദ്ധന്മാരെ തന്നിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാൻ വേണ്ടിയാണ്. ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥന വേണ്ടി വരും, അപ്പുറം അങ്ങോട്ടെങ്കിലും പ്രാർത്ഥന വേണ്ടി വരും. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പാസ്റ്റർ അത്രക്കാരനാണല്ലേ എന്നൊക്കെ പറഞ്ഞേക്കരുത് ഇനി. അപ്പം അതുകൊണ്ട് ലോകത്തെ ജയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോഴല്ലോ കർത്താവ് ഇങ്ങനെ ഓടി സ്റ്റെപ്പ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഒന്നടുത്ത് ചെല്ലുക, അവൻ നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്നത് നമുക്കറിയാൻ കഴിയും. നമുക്കത് രണ്ടാമത് ജഡത്തോടൊരു വലിയൊരു പോരാട്ടം നമുക്കുണ്ട്. അത് 2 ദിവസം 3 ദിവസം 4 ദിവസമല്ല, എൻ്റെ ശ്വാസം പോകുന്നത് വരെ ജഡം ഇവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളിതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. കാരണം വെച്ചാൽ ദൈവം ഏത് തലമുറകളിലും ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഏതും തോട്ടത്തിൽ ടെസ്റ്റ് വെച്ചു സ്വയത്തെ അല്ലേ. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ന്യായപ്രമാണ യുഗത്തിലും നമുക്ക് തിരഞ്ഞെടുക്കാം, മനസാക്ഷി യുഗത്തിലും നമുക്ക് തിരഞ്ഞെടുക്കാം, ഇന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. കൃപ നൽകി നമ്മൾ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ജഡത്തെ അനുസരിച്ച് വീണ്ടും പോയാൽ മരിച്ചു പോകും നമ്മൾ. അവിടെ ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ അവയവങ്ങളിൽ കണ്ണുകളിൽ ഇന്ന് പാപം കിടക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൻ്റെ ഇവിടെ നിന്നൊക്കെ ഭൂതങ്ങൾ പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും കൺമോഹത്തിൽ പിടിച്ചിരിക്കുക. നമ്മളൊക്കെ വിശുദ്ധന്മാരായതുകൊണ്ടായിരിപ്പ് അല്ലേ. കണ്ണ് ആഗ്രഹിച്ച് പോകുമ്പോൾ കണ്ണിനകത്ത് പോലും ഓരോ അവയവങ്ങളിൽ പോലും പിശാചുക്കൾ വാഴുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചിലതൊക്കെ ശരിക്കും നല്ലൊരു പോരാട്ടത്തിന് ആവശ്യമാണ്. എന്തുമാകട്ടെ, ഞാൻ വേഗത്തിൽ ഓടിച്ച് വിടുകയും നമ്മുടെ സമയം പോകുന്നല്ലോ. അപ്പോൾ ജഡം ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കൊലോസ്യയിൽ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെയൊക്കെ ചതിമോഹങ്ങളായി വഷളായിപ്പോയ പഴയ മനുഷ്യൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ പേര്. ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ്റെ പ്രകൃതത്തെ പറയുന്ന പേരാ ജഡമെന്ന് പറയുന്നത്. പ്രകൃതം എന്നൊക്കെ പറയില്ല നമ്മൾ, പഴയ മനുഷ്യ പ്രകൃതത്തെ പറയുന്ന പേരാ. അതിനോട് എന്തും നമുക്കൊരു സന്ധിയില്ലാത്ത പോരാട്ടം നമുക്കുണ്ട്, ഉണ്ടാകണം. ജഡം അവനെന്നും ദൈവത്തോടെതിരാണ് ജഡം. ഒരിക്കലും ദൈവത്തിന് അനുകൂലമല്ല ജഡം. വളച്ചു കൊണ്ടുവരാൻ നോക്കേണ്ടത് നമ്മൾ ജഡത്തെ നമ്മുടെ സൈഡിലേക്ക് വളച്ചു കൊണ്ടുവരാൻ നോക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മെ കൊണ്ട് പോയിരിക്കും. അപ്പം അതുകൊണ്ട് ഗലാത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം. അപ്പം എന്തിനും പോവഴിയുണ്ട് അല്ലേ. ദൈവം എന്ത് കാര്യം നമ്മൾ പറയുമ്പോഴും ഒരു പോംവഴി വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ. പോക്കുവഴി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, കൂടുതലും പോക്കുവഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെ ചേർന്ന് വരുന്ന വാക്കുകളാണ്. ഇവിടെ പറയുക, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പോൾ അവിടെ പറയുക ജഡത്തിൻ്റെ അഭിലാഷമുണ്ട്. അപ്പോൾ നമ്മുടെ അകത്ത് 2 അഭിലാഷമുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ അഭിലാഷമുണ്ട്, എൻ്റെ പഴയ മനുഷ്യന്. 2 വീണ്ടും ജനിക്കപ്പെട്ട ആത്മാവിന് പുതുമനുഷ്യന് ഒരു അഭിലാഷമുണ്ട്. പക്ഷേ ഇത് തമ്മിൽ എന്നും ഇടിയ. അത് നമ്മുടെ ജഡവും ആത്മാവും തമ്മിലെ പോരാട്ടത്തെക്കുറിച്ചൊരു ആഴമായ ക്ലാസ് ഡെലിവറൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. പിന്നീട് ഇപ്പോഴല്ല, താഴത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെലിവറൻസ് അത് പഠിക്കും. വലിയൊരു ക്ലാസ് നമുക്ക് ജഡവും ആത്മാവും തമ്മിൽ എന്നും പോരാട്ടമാണ്, നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യമാണ്. സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറഞ്ഞ അമ്പലത്തിന് മുമ്പിൽ പോയി പള്ളിയുടെ മുമ്പിൽ പോയിട്ടും അല്ലേ ശവപ്പറമ്പിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നതല്ല. അതൊക്കെ ഇച്ചിരി മാത്രമേ ഉള്ളൂ, ഇത്തിരി മാത്രമേ അതൊക്കെയുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇതിനകത്താണ്. ഹല്ലേലൂയ. ആത്മാവും വീണ്ടും ജനിക്കപ്പെട്ട ആത്മാവും പഴയ ആദാമിൻ്റെ പ്രകൃതമായ പഴയ മനുഷ്യൻ നമ്മളെ പോരാട്ടമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളീ പുറത്ത് ആത്മീയുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാത്രി പ്രയർ റൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പ്രയർ റൈഡൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ അതൊക്കെ. അതിന് വലിയ നമുക്ക് അത്ര അപ്പുറത്തേക്ക് കൊടുക്കണ്ട. അതിൻ്റെ പ്രയോറിറ്റി എത്രയുണ്ട് കണ്ട് അതിന് അത്രയും കൊടുത്താൽ മതി. പക്ഷേ ഇതിനകത്ത് വേറെ വലിയ യുദ്ധമുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ.
അപ്പോൾ എന്തുമാകട്ടെ, അതുകൊണ്ട് ജഡത്തിൻ്റെ അഭിലാഷം എന്നും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിലാഷം എന്നും വിപരീതമായിരിക്കും. അതുകൊണ്ട് എന്നും ഒരു സെക്കൻഡിൽ ഓരോ എഫേസ്യ ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ദുർദിവസങ്ങൾ നിങ്ങൾക്ക് വരുമെന്നറിയുന്നില്ലേ? ഞാൻ ദുർദിവസം എന്നല്ല പറയുന്നത്, ദുർനിമിഷം എന്നാണ് പറയുന്നത്. കാരണം അറിയാമോ, ഓരോ സെക്കൻഡും ഈ പൊങ്ങി വരിക ഇതിനകത്ത്. ദുർദിവസമാണെങ്കിൽ ദിവസം ഒരെണ്ണമല്ലേ വരാൻ പാടുള്ളൂ. ഇതൊന്നൊന്നുമല്ല. ഇതിപ്പോൾ എപ്പോൾ നോക്കിയാലും പോയി പെട്ടാൽ പിന്നെ പരിപാടി കഴിയുന്ന പോലെ നമ്മൾ പൊങ്ങി വരികയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് എന്ന് നമുക്കുണ്ട്, അവിടെയൊക്കെ ഒരു ജയജീവിതം നമുക്ക് ആവശ്യമാണ്. ഇവിടെയാണ് അടക്കുവാൻ നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ അടക്കാൻ പഠിപ്പിച്ചതല്ല ഇത്. അടക്കാണെങ്കിൽ രാജുവിനോട് പറഞ്ഞാൽ പെട്ടിയൊക്കെ മേടിച്ചു തരും അല്ലേ? അതുകൊണ്ട് അടക്കല്ല ഇത് വേറെ അടക്ക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട അടക്ക. ഞാൻ ദൈവാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുക. അത് ആരും കാണത്തില്ല, ആരും ഉണ്ടാകത്തുമില്ല. കൈയും കാലിട്ട് അടിക്കേണ്ടി വിളിച്ചാൽ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് അടിച്ചാലും കുഴപ്പമില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം, അവ തമ്മിൽ പ്രതികൂലമാണ്. അത് നമുക്കറിയാം. ഇഷ്ടംപോലെ ആൾക്കാർക്ക് എല്ലാവർക്കും കർത്താവിന് സ്നേഹമാണ്. എല്ലാവർക്കും എനിക്കറിയാം, രക്ഷിക്കപ്പെടുന്നവരെ എല്ലാവർക്കും കർത്താവിന് സ്നേഹമാണ്. പക്ഷേ എന്തുകൊണ്ട് പറ്റുന്നില്ല? വഴിയാത്രയിൽ നമ്മൾ തെറ്റിപ്പോകുന്നത് അറിയാമോ? ജഡം അതിനേക്കാൾ, ഇപ്പോൾ ഇരുളിനേക്കാൾ അല്ല വെളിച്ചത്തെക്കാളേറെ അവർ ഇരുളിനെ സ്നേഹിച്ചു. 3-ാം അധ്യായം അല്ലെ യോഹന്ന ലേഖന സുവിശേഷത്തിലല്ലേ, നമ്മൾ കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമുക്കൊരു തന്നു, പുതിയ ഹൃദയമൊക്കെ തന്നു. പക്ഷേ നമ്മൾ അറിയാതെ വെളിച്ചത്തെക്കാളേറെ ഇരുളിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എന്നും യുദ്ധം വരും. പക്ഷേ ജയം മുഴുവൻ പാകിസ്ഥാൻ കൊണ്ടുപോകും. കാരണം അതിൻ്റെ വിഷയം ആദ്യം ഒരു രാജ്യവും നീതിയുമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവസഭകളിൽ ചെയ്യേണ്ടത് ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മളൊക്കെ പണ്ടേ ജയാളികളായി ഈ ലോകത്തെ ഈ ദേശം മുഴുവൻ പിടിച്ചടക്കിയിരുന്നു നമ്മളൊക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? നമ്മുടെ പേരുള്ള സകല വിളികളും പൂർത്തിയാക്കിയേനെ. പക്ഷേ ഇവിടെ ഒരു യുദ്ധമുണ്ട്, അകത്ത് ഒരു പോരാട്ടമുണ്ട്. ജഡം തമ്മിൽ ജഡവും എന്നും രണ്ടും എൻ്റയർലി ഡിഫറൻറ്റാണ്. ഒരു ജഡത്തെ നമ്മൾ സുഖിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നോക്കിയാണ്ടല്ലോ, ഇന്ന് നമ്മൾ ജഡത്തെ സൂചിപ്പിക്കുന്ന പരിപാടിയാണ്. സോപ്പ് തേച്ചിട്ടൊക്കെ പുളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ. നമ്മളെല്ലാവരും വലിയ 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 പേരൊക്കെ വിളിച്ച്, വലിയ ഡോക്ടറാണെങ്കിൽ ഡോക്ടറേ എന്നൊക്കെ വിളിച്ച്, വലിയ വലിയ ആൾക്കാർ പേരൊക്കെ വിളിച്ച് സൂചിപ്പിച്ചങ്ങ് വിടും. പക്ഷേ ഓർക്കണം, അത് നമ്മുടെ ജഡത്തെ പൊക്കി വിടുന്നത്. പിന്നെ അവൻ എന്തെങ്കിലും ആത്മാവിനനുസരിക്കുമോ? മിണ്ടിട്ടില്ല നിങ്ങൾ. അപ്പോൾ എന്തോ ആകട്ടെ, അതുകൊണ്ട് താഴേക്ക് പഠിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമ, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശക, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വിട്ടുപോകുന്നതൊക്കെ. ഇതെല്ലാം ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം, ഇതാരോടാണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ വീമ്പളക്കി കിടക്കുന്ന നമ്മളുടെ കർത്താവ് പറയുന്നത് നീ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറയുന്നത്. ഇതേ വാക്ക് കൂടുതൽ ലേഖനം തിരുവല്ലേ, ദൈവരാജ്യം അവകാശമാക്കിയില്ല. കാരണം അറിയാമോ, ദൈവം പിന്നെ കർത്താവ് അനുവദിച്ചാൽ പഠിക്കാം. ടെസ്റ്റിന് ടോപ്പിക്ക് ഏത് തലമുറയിലും, ഞാൻ പറഞ്ഞില്ലേ, ഏതും തോട്ടത്തിലും, മനസാക്ഷിയുഗത്തിലും, ന്യായപ്രമാണ യുഗത്തിലും, കൃപായുഗത്തിലും, എല്ലാ യുഗത്തിലും ദൈവം നമ്മുടെ മുമ്പിൽ ഒരു ടെസ്റ്റ് വെക്കുക. അവിടെ പ്രമാണം അല്ലേ, അവിടെ ന്യായപ്രമാണം വെക്കുന്നു, ജീവനും മരണം വെക്കുന്നു. ഇവിടെ നമുക്ക് ഇന്ന് ടെസ്റ്റ് എന്ന് വെച്ചാൽ ജഡവും ആത്മാവും. ജഡം ഇപ്പുറത്തും ആത്മാവ് അങ്ങനെയൊന്നും അല്ലട്ടോ, എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്താണെങ്കിലും ജഡവും ആത്മാവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. അല്ലാതെ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുന്ന തെറ്റായ ഉപദേശമാണ് അതൊക്കെ. അങ്ങനെയൊന്നും അല്ല. ദൈവം നമുക്ക് രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ മുമ്പിലേക്ക് 2 ടെസ്റ്റ് വെക്കുക, ജഡവും ആത്മാവും. നീ ഏതിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ അതിന് അനുഭവം നീ അനുഭവിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഇത് കർത്താവിൻ്റെ വാക്കല്ലേ. ഇന്നെല്ലാ ദൈവസഭ നല്ലൊരു ശതമാനം ദൈവസഭയും കാത്തിരിക്കുക, കർത്താവ് ഇപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പോകുമെന്ന്. വെറും പൊട്ട വിശ്വാസമാണ്. ഹല്ലേലൂയ. കർത്താവ് ടെസ്റ്റ് വെച്ചിരിക്കുക നമുക്ക്. ഈ ആയുസ്സിൽ ആ ജഡത്തിൻ്റെ ഏതിഷ്ടത്തെക്കാളും ലോകമോഹത്തെക്കാളും എന്നെ വിളിച്ചവരൊരു മോഹമുണ്ട്, അത് നിവർത്തിക്കാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഓരോ ദിവസം പിടിച്ച് കയറുക, കൈപിടിച്ച് കയറുകയാണ്. താഴേക്ക് പിടിച്ച് വലിക്കും ജഡം, നമുക്കറിയാം, വീഴും, ഒരുപാട് വീണിട്ടുണ്ട് നമ്മളൊക്കെ അല്ലേ. എന്നാലും അത് കൈപിടിച്ച്, ആത്മാവിനെ കൈപിടിച്ച് നടന്ന് കയറുക നമ്മളൊക്കെ. അതാ യുദ്ധം എന്ന് പറയുന്നത് അല്ലേ. അതാണ് സബ്ഡ്യൂ. നേരത്തെ 2 പടം കാണിച്ചില്ലേ, കറുത്തവനും വെളുത്തവനും. യുദ്ധം ചെയ്ത് കയറുകയാണ് നമ്മൾ അതിലേക്ക്. എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നില്ല ഓക്കെ, എന്തുമാകട്ടെ. അതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കിയത് കർത്താവ് വെറുതെ പറഞ്ഞതല്ല. റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും.
നിശ്ചയം ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു, എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നോക്കിയേ, ആ പരിശുദ്ധാത്മാവിലുള്ള, അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ആഴമായി നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ചിന്തിക്കണം, ധ്യാനിക്കണം, കൈപിടിച്ച് നടക്കാൻ പഠിക്കണം. നിങ്ങൾ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ പഠിക്കണം. വെളിപ്പാട് സഭയോട് പറയുന്നത് പോലെ അല്ലേ? കാരണം അറിയാമോ, ഈ ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജഡത്തെ തകർക്കാൻ കഴിയത്തുള്ളൂ. എല്ലാ കാര്യവും പരിശുദ്ധാത്മാവിൽ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. ഞാൻ വിട്ടുപോകുന്നു. റോമർ 8-ാം അധ്യായത്തിന് കാണാൻ കഴിയും, നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളുണ്ട്, ജഡ സ്വഭാവമുണ്ട്, ഒക്കെ ഒരുപാട് കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്നും വെല്ലുവിളിയായിട്ട് നമ്മുടെ വട്ടം നിൽക്കുന്ന കാര്യമാണ് അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട്, ആ ഒരു മനുഷ്യൻകാരൻ എന്നെ മിനിസ്ട്രി കയറ്റത്ത്. ആ മനുഷ്യനല്ല പ്രശ്നക്കാരൻ, പ്രശ്നം നമ്മുടെ അകത്താണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇഷ്ടംപോലെ കേൾക്കുന്ന ഈ കൗൺസിലൊക്കെ വരുമ്പോഴേ ആൾക്കാർ വിളിച്ചു ചോദിക്കും, ഫോണിലൂടെയൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, കാരണം ഇന്ന ആൾ കാരണം, അല്ലെങ്കിൽ ഭാര്യ കാരണമാണ് ഞാൻ മിനിസ്ട്രി ചെയ്യാത്തത്, അല്ലെങ്കിൽ ഭർത്താവ് കാരണമാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയാതിരിക്കുന്നത് പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയല്ല. ഒരു വിവാഹത്തിന് ശേഷം ഒരു പെണ്ണിൻ്റെ അകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ 2 മാസം 3 മാസം 4 മാസമൊക്കെ ചിലപ്പോൾ നാട്ടുകാർ തടഞ്ഞൊക്കെ വെക്കുമായിരിക്കും അല്ലേ? നാട്ടുകാരല്ല, ഡോക്ടർമാർ തടഞ്ഞു വെക്കും, നമ്മളൊക്കെ തടഞ്ഞു വെക്കും. പക്ഷേ 9-ാം മാസം കൊണ്ട് ചാടി പുറത്തു വന്നിരിക്കും. അതാര് തടഞ്ഞാലും, ഡോക്ടർ ഇനി വട്ടം നിന്നാലും, അത് അകത്ത് ജനിച്ച് സ്വർഗമാണ് ദൈവമാണ് ജനിപ്പിച്ചെങ്കിൽ അത് വെളി വന്നിരിക്കും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഈ ലോകത്തിൽ ഏത് മനുഷ്യരെടുത്താലും തകർക്കാൻ കഴിയത്തില്ല. അത് നിങ്ങളുടെ മിനിസ്ട്രി ആണെങ്കിലും, നിങ്ങളുടെ ഈ അവകാശമാണെങ്കിലും, നിങ്ങളുടെ അനുഗ്രഹമാണെങ്കിലും, ലോകം ആരൊക്കെ എതിർത്താലും, ഈ സകലം നിങ്ങളുടെ മുമ്പിൽ എന്താ പറയുക വാത് കെട്ടി നിന്നാലും, നിങ്ങളുടെ അകത്ത് കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് പ്രസ്ഥാനം തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം നിവർത്തിച്ചിരിക്കും. അപ്പോൾ ആരാണ് പ്രശ്നക്കാരൻ? നമ്മൾ തന്നെയാ. നമ്മുടെ ജഡമാണ് ഇതിലൊക്കെ എന്താ പറയുക ഈ നിൽക്കുന്നത്, മീൻസ് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ജഡമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ജഡചിന്തകൾ എപ്പോഴും ജഡത്തിൽ ചിന്തിച്ച് നോക്കിയേ, ഒരു 10 ദിവസം ചിന്തിച്ച് നോക്കിയേ. ഈ 9-ാം മാസം കുട്ടി പുറത്തു വരുന്നത് പോലെ, കഴിച്ചത് മിന്നി പ്രസംഗിച്ചതുപോലെ അല്ലേ? പാപത്തെ മോഹം ഗർഭം ധരിച്ച് ഈ സാധനം നമ്മൾ ചിന്തിച്ച്, ജഡത്തിൻ്റെ ചിന്ത വരുമ്പോൾ തന്നെ ആത്മാവിനാൽ പിടിച്ചെടുത്ത് മാറ്റിക്കളയണം. ഇത് ക്ലാസ് വേറെ ഉണ്ട്, ചിന്തകളെക്കുറിച്ച് ക്ലാസ് താഴെ പഠിപ്പിക്കും നമ്മൾ. അപ്പം അതുകൊണ്ട് ജഡത്തിൻ്റെ ചിന്ത വരുമ്പോൾ തന്നെ ആത്മാവിനാൽ മാറ്റിക്കളയുക നമ്മൾ. കാരണം ചിന്ത ജനിച്ചാൽ കൊള്ളാം അല്ലേ? എനിക്കൊരു എന്താ പറയുക, എന്തെങ്കിലും വാക്ക് പറ, ഇനിയിപ്പോൾ ഒരു ഹോണ്ട സിറ്റി പുതിയ കാർ ഇറങ്ങിയിട്ട്, വേണ്ട, ഇപ്പോൾ പുതിയ എന്താ പറയുക താർ റോക്സ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു മോഹൻ ജനിച്ചിട്ടുണ്ട്, ഒരു മേടിക്കണം. അറിയാതെ ഇങ്ങനെ കാണുമ്പോൾ അത് കൊള്ളാം, അത് ടയർ കൊള്ളാം, പതിയെ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? ചിന്തിക്കുക പതിയെ, 2 ദിവസം കുഴപ്പമില്ല, പിന്നെ അത് സ്ഥിരമാകും. പിന്നീട് നമ്മൾ പലതും കണക്കൂടാൻ നോക്കും. ഒരു ദിവസം അവസാനം ഉണ്ടല്ലേ പെടാപ്പാട് കൂട്ടുപലിശ മേടിക്കുന്നത്, പാവം എന്തെങ്കിലും പ്രസവിക്കുന്ന പറഞ്ഞ പോലെ മോഹങ്ങൾ വരുമ്പോൾ തന്നെ പിടിച്ചടക്കുക നമ്മൾ. കൊരിന്ത്യർ വാക്കുണ്ടല്ലോ, കൊരിന്ത്യർ വാക്കുണ്ട് 10-ാം അധ്യായത്തിലോ 5-ാം അധ്യായത്തിലോ ഇല്ലേ? ക്രിസ്തുവിനുള്ള അനുസരണ നിമിത്തം സകല ചിന്തകളെയും പിടിച്ചടക്കി. ക്രിസ്തു ജീവിതത്തിലെ മഹാത്മാ അതാണ് അതൊക്കെയത്. അപ്പം അതുകൊണ്ട് ആ ചിന്ത വരുമ്പോൾ തന്നെ ദൈവഹിതമില്ലാത്തതാണോ? നിങ്ങൾക്കുള്ളത് നമുക്കുള്ളത് തന്നെയാണ്, ആരും കൊണ്ടുപോകത്തില്ല. ദൈവം നിങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും, ആർക്കും തടയാൻ കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് വരുമ്പോൾ തന്നെ എവിടെയാണ് നമുക്ക് പോരാട്ടം ആവശ്യം? ഞാൻ എന്താണെന്ന് പോരാട്ടം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയില്ല, ജസ്റ്റ് കാര്യം പറഞ്ഞ് വിടുകയാണ്. 3-ാമത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എവിടെയാ പിശാചിനോട്? 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം, വേഗത്തിൽ പോവാം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. രാത്രി ഉറക്കം നിൽക്കേണ്ട കാര്യം ഞാൻ ഉള്ള കാര്യം പറയുന്നത് എന്നറിയുമ്പോൾ എപ്പോഴും ആത്മാവ് ലൈവായിരിക്കണം. നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കണം നമുക്ക് എപ്പോഴും ഭരിക്കേണ്ടത് നമ്മളെ. എങ്കിലും നമുക്ക് സംസാരിക്കുവാനൊക്കെ അതുമാത്രം ഉണ്ടാകത്തുള്ളൂ. ഇല്ലാതെ വരുമ്പോഴാണ് പല അവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് നമുക്ക് അറിയാൻ തോന്നി വരുന്നത്. കാരണം വേറെ ഒന്നും, കർത്താവിൻ്റെ വരവാണ് നമുക്ക്, ദൈവരാജ്യമാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമുക്ക് ഒന്നും നമ്മൾ അലട്ടത്തില്ല നമ്മളെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെയാണ് കേട്ടോ. വാക്യം നോക്കണം, സിംഹം. കാരണം ഒരു സിംഹമേ ഉള്ളൂ നമുക്ക്. ആരാ? യഹൂദ ഗോത്രത്തിലെ സിംഹം. ആ സിംഹത്തിന് കുറേ കുട്ടികളുണ്ട്, നമ്മൾ സിംഹക്കുട്ടികൾ. ഇത് സിംഹം എന്ന പോലെയാ. വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, എന്ന പോലെ മാത്രമേ ഉള്ളൂ. മറ്റവൻ 7 വർഷം പീഡനകാലത്തിൽ വെള്ള ഉടുപ്പിട്ട് വെള്ളക്കുതിരപ്പുറത്ത് മറ്റവൻ വരും. ഓർത്താൽ മതി, വെള്ള മാത്രമേ ഉള്ളൂ, അകത്ത് കറുപ്പാ മുഴുവനും.
എല്ലാ ലോകത്തും എല്ലാ സഭകൾക്കകത്തും ഇതൊക്കെ ഉണ്ട്. ഇത് അവനെ അന്നേ ഇന്നേ ഇവിടെ തന്നെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. വിട്ടുപോകുന്നു. അതുകൊണ്ട് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുക. ആരെ വിഴുങ്ങുന്നത്? നമ്മളെയല്ല, പിന്നെ ആരെയാ? ഈ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തോട് പോരാടാൻ പറഞ്ഞു. ലോകത്തെ പിടിച്ചു വെക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ. 2, ജഡത്തോട് എന്നൊരു പോരാട്ടം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ എപ്പോഴും ചിന്തിക്കുകയും പാപത്തോടെ എപ്പോഴും കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളവരെയാണ് അവൻ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നത്. അല്ലാത്തവർ തൊടാൻ കഴിയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്ന് നോക്കിയേ, വീഴ്ചകളും താഴ്ചകളും സംഭവിക്കും, പാപത്തിൽ വീഴും. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ഇതല്ല ഞാൻ പറയുന്നത്. തുടർമാനമായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ജീവിച്ചാൽ, വീഴുന്ന കാര്യമല്ല പറയുന്നത്. എന്ന് പറഞ്ഞ നാളെ ഇന്നും വീണ് നാളെ ഇത് വീഴുക, അങ്ങനെയാണ് പറയുന്നത്. വീഴാൻ അനുമതിയല്ല. ഇതല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു പാപത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് ദാസനായി മാറി നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞടക്കുക. അതുകൊണ്ട് എന്നും നമുക്ക് ആരോട് പോരാട്ടമുണ്ട്? പിശാചിനോട്, അല്ലേ? എവിടെ പിശാച് എവിടെയുള്ളത്? രാത്രി അമ്പലത്തിൽ, അല്ലേ? രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിന് സൈഡിൽ കൂടി പോകാൻ പാടില്ല, പള്ളിയുടെ ശവപ്പറമ്പിൽ കൂടി പോകാൻ പാടില്ല. അതാണോ? വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത്, അല്ലേ? ഇതൊക്കെ നമ്മുടെ അകത്തൊക്കെ ഈ സാധനം എവിടെ ജഡമുണ്ടോ അത് ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് ഞാൻ വശംവദകനായി വീണ് കഴിഞ്ഞാൽ അതിന്മേൽ ഒരു പൈശാചി ലോകം എപ്പോഴും ഉണ്ടാവും നമുക്ക്. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പോൾ കാസത്തല്ലോ. അപ്പം അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗ്ഗങ്ങൾക്ക് അവകാശപ്പെടുക അതിൽ പൂർത്തിയായി എന്ന് വരുന്നു എന്നറിഞ്ഞ് വിശ്വാസ സ്ഥിരമുള്ളവരായി എന്ത് ചെയ്യണം? അവനോട് എതിർത്ത് നിൽക്കണം. എപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ എപ്പോഴും എതിർപ്പുണ്ടാകണം നമുക്ക്, അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വാക്യം പറഞ്ഞ് മാത്രം വിട്ടുപോകുക. അപ്പം അതുകൊണ്ട് നമുക്ക് പിശാചിനോടും എന്തൊരു പോരാട്ടം നമുക്ക് എന്നും ആവശ്യമാണ്. അവൻ നമ്മുടെ വിസ കെട്ടുന്നതല്ല പോരാട്ടം, മറന്നു പോകരുത്. വീട് പണിയിക്കില്ല എന്ന് പറഞ്ഞ് പിശാചി കെട്ടിവെക്കത്തൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഭോഷത്വമായ കാര്യങ്ങളാണ്. പിശാചി 2 വീട് തരും നമുക്ക്. SBI ലോണ്, ഫെഡറൽ ബാങ്കിൽ ലോണ്, രണ്ടും അടക്കാൻ വേണ്ടി പെടാപ്പാട് നമ്മൾ പെടുമല്ലോ. അതുകൊണ്ട് നമുക്ക് 2 വീട് തരും നമുക്ക് പിശാച്. കർത്താവാണെങ്കിൽ ദൈവഹിതമാണെങ്കിൽ നമുക്ക് കിട്ടും, വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് വിസ കെട്ടിവെക്കുന്ന പിശാചിൻ്റെ പണിയല്ല, വിസ തരും നമുക്ക്. കാരണം അവിടെ പോയി ഓവർ ടൈം ജോലിയെടുത്ത് മരുഭൂമി കിടന്ന് മറ്റേ ബർഗർ പീസ് എന്താ സാധനം കഴിക്കുന്നത്? ഒരു സാധനം ഉണ്ടല്ലോ, ഇവർ ഉണക്കറൊട്ടി കഴിച്ച് നമ്മുടെ ബൈബിളും വായിക്കത്തില്ല, ഒന്നും വായിക്കത്തില്ല, നരകത്തിലേക്ക് പോകാൻ വേണ്ടി അവൻ 2 വിസ തരും നമുക്ക്. ഒന്ന് UK ലേക്കും തരും. അപ്പോൾ അവിടെയൊന്നും അല്ല ബന്ധനം ഇരിക്കുന്നത്. അത് വിട്ടുപോകുക. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് കടന്നു പോകുക. അവനോട് നമുക്ക് എന്ന് എതിർപ്പുണ്ടാകണം അല്ലേ? നമ്മുടെ ജഡത്തിന്മേൽ അവന് പോരാട്ടമുള്ളത്. അവൻ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മളൊന്ന് പൊതിയെ പൊക്കിക്കൊടുത്താൽ അപ്പം തന്നെ പറയും, ഒന്നും കൂടി തേച്ച് കൊടുക്കാം, അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് ജഡത്തിൽ എപ്പോഴും അതുകൊണ്ട് പിശാചിനോട് നമുക്കൊരു പോരാട്ടം എപ്പോഴും ആവശ്യമാണ്. 2 Corinthians 2:11 പറയുന്നു, സാത്താൻ നമ്മെ എന്താ തോറ്റടക്കെന്ന് പറഞ്ഞാൽ നമ്മളാ പറയുന്നത്, തോപ്പിക്കരുതല്ലേ? എന്തുമാകട്ടെ, സാത്താൻ നമ്മെ തോപ്പിക്കരുത്. അതുകൊണ്ട് വെളിപ്പാട് ദിവസം 7 സഭയോട് ദൂത് പറയുമ്പോൾ സഭയോട് പറയുന്നുണ്ട്, നിങ്ങൾ സാത്താൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത് പോലെ തന്നെ പിശാചിൻ്റെയും ഹിതം നമ്മൾ അറിയണം എന്നൊക്കെ പലരും പറയും. തെറ്റ്. നമ്മൾ സാത്താൻ തന്ത്രങ്ങൾ അറിയണം. സാത്താൻ നമുക്ക് സാത്താൻ നമ്മുടെ ഒരു വ്യക്തിയിലേക്ക് സാത്താനിൽ പിശാച് എങ്ങനെയാണ് പോരാടുന്നു എന്നറിഞ്ഞാൽ മാത്രമേ. ഇപ്പോൾ ഡിഫൻസിലെ ആൾക്കാരെ പുറകിലുള്ള ഡിഫൻസിലെ ആൾക്കാർ അപ്പോൾ ശത്രുക്കൾ വന്നിട്ട് നമുക്ക് അവരിങ്ങനെ നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ ബോംബിട് നോക്കിയിട്ടൊക്കെയാണ് ഇവർ ബോംബിടാൻ പോണത്, അല്ലേ? അവിടെ തന്ത്രങ്ങൾ ശത്രുഭാഗത്തിരിക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞ് അതിനപ്പോൾ തന്നെ എടുക്കുക. ഈ ഇടയ്ക്ക് പേജർ യുദ്ധം കണ്ടില്ലേ? പേജർ, എൻ്റെ പോന്നെ എന്ത് ബുദ്ധിമാരുടെയൊക്കെ. അതാണ് യഥാർത്ഥമായത്. അതേ ബുദ്ധി നമുക്ക് ഇവിടെ ആവശ്യമാണ്. അല്ല അവനിട്ടിട്ട് തീയമ്പ വീണ് കത്തി, അതല്ല, അപ്പോഴല്ല നമുക്ക്. അതുകൊണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കാൻ പാടില്ല. വീണ് പോയാലും വലിയ പരാജയമായിരിക്കും സഹോദരങ്ങളെ. ഇഷ്ടം പോലെ നമുക്കറിയാവുന്നതുകൊണ്ട് പറയുന്നത്. അത് സാത്താൻ നമ്മെ തോൽപ്പിക്കാൻ ഇടയുണ്ട് നമുക്ക്, ആണല്ലയോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം. നമുക്ക് തോന്നുന്നുണ്ട് സാത്താൻ നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മളൊക്കെ ജയാളിയില്ല. ശരി തന്നെയാണ്, സാത്താൻ നമ്മളൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അവൻ്റേതായ എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകത്തില്ല, എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പോകത്തില്ല. അത് ജഡമാകട്ടെ, ലോകമോഹമാവട്ടെ,
ജഡത്തിന് എന്തെങ്കിലും നിങ്ങളുടെ അകത്തുണ്ടോ? ജഡം അവൻ്റെതാ. ലോകത്തിന് എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുണ്ടോ? ചക്കപ്പടമിരുന്നാൽ ചീച്ച പോകൂല എന്ന് പറഞ്ഞ പോലെ അതവിടെ പിശാച് ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ എത്ര ആട്ടിലും പോകുമോ? എവിടെ പോയി ഡെലിവറൻസ് ക്ലാസ് കൂടിയാലും അവൻ പോകുമോ? പോകേണ്ടത് ചക്കപ്പഴമാണ്. ഈ ലോകം അതുകൊണ്ട് മറന്നു പോകരുത്. അവൻ തോൽപ്പിക്കുവാൻ നമ്മൾ ഇട കൊടുക്കരുത്. എന്തെങ്കിലും ലോകത്തിനുണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞേക്ക്. എന്നിട്ട് അത് പറയാം, നീയുമായി ഞാൻ ഒരു ബന്ധവുമില്ല, പോ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് നമുക്കൊരു മൂന്നാമത്തെ പോരാട്ടം. പിശാചിനോടായിരിക്കണം നമുക്ക്. ഇതിനോട് പോരാടാൻ തുടങ്ങിയാൽ നമുക്ക് ജഡത്തോട് പോരാടാൻ തോന്നത്തില്ല. ഇല്ലെങ്കിൽ എന്നും വീട്ടിൽ പോരാട്ടമായിരിക്കുള്ളത്. അപ്പോൾ എഫെസ്യർ 6:13 വാക്യം പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായ വർഗം, സ്പിരിച്വൽ വാർഫെയറിലെ സർവായ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെതല്ല, നമ്മളുണ്ടാക്കിയ അല്ലേ, എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരുപാട് തന്ത്രങ്ങളാണല്ലോ നമ്മൾ ഈ MBA കുറേ MBA ഇറങ്ങിയിട്ട് അവർ പഠിച്ച ബിസിനസ് ടെക്നോളജിയൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ജനങ്ങളെ പിടിക്കാം, നമുക്ക് എങ്ങനെ ജനങ്ങളെ വശീകരിച്ച് സഭയിൽ നിർത്താം. ഈ പരിപാടിയൊക്കെ അത് വേറെ പരിപാടിയാണ്. അങ്ങനെ ഒന്നും അല്ലത്. ഇത് ദൈവത്തിന് സർവായുധമാണ്. നമ്മുടെ ഉടായ്പ പണിയൊന്നും അല്ല ഇതൊന്നും, അല്ലേ? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ ഈ സഭ പോലും ദൈവത്തിൻ്റെതാ, ഇതുപോലും ദൈവത്തിൻ്റെതാ. അവൻ വില കൊടുത്ത് വാങ്ങിയതാ, ഇതുപോലും വില കൊടുത്ത് വാങ്ങിയതാ. നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നവൻ. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ്റെതാ. അപ്പോൾ അവൻ്റെ സർവായുധ വർഗം, അതാണ് നമ്മൾ അറിയേണ്ടത്. അത് വെച്ച് പോരാടി നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ പിന്നീട് ആഴമായ സ്പിരിച്വൽ വാർഫെയർ എന്ന ക്ലാസ് നമുക്കുണ്ട്, ആഴമായി പഠിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് അവനൊരിക്കലും ആയുധമില്ല, സർവായുധങ്ങളും ക്രൂശിൽ വെപ്പിച്ചതാണ്. ജയോത്സവം കൊണ്ടാടി നമ്മുടെ കർത്താവ്, ആണോ ഇല്ലയോ? അല്ലേ? അതിൻ്റെ ആഘോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സഭയിലേക്കൊക്കെ നമ്മൾ ആ ദൈവസ്നേഹത്തിലേക്കൊക്കെ വരുമ്പോഴല്ലോ, പിന്നെ ഇത് നമ്മുടെ മലയാള ഒരാഘോഷത്തിൻ്റെ എന്നും ഫെസ്റ്റിവലായിരിക്കും നമുക്ക്. ഇന്ന് പേടിയാ, ആരെങ്കിലും വന്നാൽ പിന്നെ മൊബൈൽ എടുത്ത് മാറിക്കളയോ അതൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മാറി ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥം വചനത്താൽ പണിതെടുത്തൊരു സഭയായി മാറിയാണ്ടല്ലോ. ഇതുപോലെ എന്നും ഉത്സവമായിരിക്കും, എന്നും ഓണമായിരിക്കും നമുക്ക്. ഓണമെന്ന് പറഞ്ഞിട്ടാണ്, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഓണക്കാരനല്ല കേട്ടോ, ഇനി പറ അത് മതി ഇനി അതിന്. അതുകൊണ്ട് എന്നും നമുക്കൊരു ഓണമായിരിക്കും, ആഘോഷമായിരിക്കും. കാരണം അറിയാമോ, വേറെ ഒന്നും ഇതിനകത്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു സഭയാണ് ഞാനും സ്വപ്നം കാണുന്നത്. അപ്പം അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങൾ, അവന് തന്ത്രം മാത്രമേ ഉള്ളൂ. എല്ലാ ആയുധങ്ങളും കർത്താവ് ക്രൂശിൽ വെപ്പിച്ചതാണ്. കൊളോസ് 2-ാം എഫെസ്യർ 2-ാം നമുക്കറിയാം, എല്ലാ ആയുധങ്ങളും ക്രൂശിൽ വെപ്പിച്ചു. അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് നമ്മുടെ കൂടെ അകത്തുള്ളത്, നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമുക്ക് അവനെ ജയിക്കാൻ കഴിയുമുള്ളത് 100% 101 പറയാൻ പറ്റും, എനിക്കറിയില്ല, 101% കറക്റ്റ് തന്നെയാണ്. ഹലോ, അതുകൊണ്ട് തന്ത്രങ്ങൾ തിരിച്ചറിയണം, അത് പഠിക്കണം നമ്മൾ. അവൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ, അവൻ നമ്മെ തോൽപ്പിക്കരുത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങൾ അവൻ്റെ അറിയണം. നമ്മൾ അതും പഠിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കില്ലെങ്കിൽ ഉണ്ടല്ലോ, അവൻ ഈ വഴിക്കൂടെ വരുമെന്ന് നമ്മൾ എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണിട്ട് നമ്മൾ അറിയത്തുള്ളത്. എല്ലാ വഴിയെക്കുറിച്ചും നമ്മൾ പഠിക്കണം. അത് നമ്മൾ പിന്നീട് എപ്പോഴും പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. എന്നിട്ട് പറയാം, പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർത്ത് നിൽപ്പാൻ ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? സർവായുധങ്ങൾ, അല്ലേ? നമ്മുടെ ഇവിടെയും തലയിലും ചെസ്റ്റ് പ്ലേറ്റും കയ്യിലും വാളും കാലിലും ഒക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ പുറകിൽ മാത്രം ഇല്ല, അല്ലേ? വായിച്ചില്ലേ? ഞാൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സർവായുധ വർഗം, ദൈവത്തിൻ്റെ സർവായുധ വർഗം തരുമ്പോൾ തലയിലുമുണ്ട്, ചെസ്റ്റിലുമുണ്ട്, കയ്യിലുമുണ്ട്, വാളുമുണ്ട്, കാലൊക്കെ ഉണ്ട്, പക്ഷേ പുറകിലില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നവർക്കുള്ള, പിന്തിരിഞ്ഞു പോകുന്നവർക്കുള്ള അല്ല ക്രിസ്തീയ ജീവിതം. അവൻ വെടിയേറ്റ് അവൻ എവിടെയെങ്കിലും വീണു, അവൻ നേരെ എവിടെയും കൂടെ അടക്കിയിട്ട് സലാം പറഞ്ഞ് വെക്കും. അവൻ ഉയർക്കത്തുമില്ല. ഒന്നും മിണ്ടിയില്ല നിങ്ങൾ. പാസ്റ്റർ കുത്തുവാക്കി പറഞ്ഞതല്ല, ഒറിജിനൽ വാക്ക് പറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം ജയജീവിതമാണ്, മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളത്. നമുക്ക് പുറകിലേക്ക് പിന്തിരിയുന്ന കേസേ നമുക്കിടയില്ല. കാരണം ജയാളിയ നമ്മുടെ കൂടെ പോകുന്നത്. പിന്നെ അവൻ്റെ പുറകെ പോയാൽ പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? അപ്പോൾ അതിനെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ വരും, സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് ക്ലാസ് വരുമ്പോൾ ആളമായി പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദിവസമുണ്ട്, ഇപ്പോൾ നമുക്കുണ്ട്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹലോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? സകലതും സമാപിക്കുന്നൊരു ദിവസമുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, സകലം സമാപിച്ചിട്ട്
ഉറച്ചു നിൽക്കുന്നൊരു ദിവസം, അന്ന് താളടിയായി പോകും സകലരും. എല്ലാ ശത്രുക്കളും പിശാചികളും താളടിയായി പോകും എല്ലാം. അന്ന് നമുക്ക് ഈ ദുർദിവസം 40 ദിവസമുള്ളൂ, നമുക്ക് അതൊക്കെ മാറുന്നൊരു ദിവസം നമുക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതെല്ലാം. പക്ഷേ അന്ന് ശത്രുക്കൾ, ഈ പിശാചും അവൻ്റെ കൂട്ടരൊക്കെ എല്ലാം നമുക്കെതിരെ എന്തൊക്കെ തന്ത്രം ഉപയോഗിച്ച് ഒക്കെ വന്നാലും ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ സമാപിച്ചിട്ട് നമ്മൾ ഉറച്ചു നിൽക്കും. നമ്മൾ അതുവരെ നമുക്കൊരു ടെസ്റ്റ് മാത്രമാണെന്ന കാര്യം വിചാരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പിശാചിനോട്, പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഈ പുതിയ നിയമം തന്നെ വായിക്കുന്ന പറയാൻ കാരണം അറിയാമോ? ഈ തന്ത്രങ്ങൾ അറിയണം നമുക്ക്. ഇനി ഒരു കാര്യമുണ്ട്, പഴയ നിയമത്തിൽ പലസ്തീനായിട്ട് യുദ്ധത്തിൽ എന്നും അമാലേക്കരും പലസ്തീനക്കായിട്ട് ഒരുപാട് യുദ്ധം ഇസ്രായേൽ മക്കൾ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ ഒരുപാട് തന്ത്രങ്ങൾ പഠിക്കാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം ജഡത്തിൻ്റെ തന്ത്രങ്ങളാണ്. നമ്മളിന്ന് ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. നമുക്ക് പുതിയ നിയമത്തിൽ പുതിയ ആത്മീയ തന്ത്രങ്ങളാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫലം കാണത്തില്ല. കാരണം ആത്മാവിൽ മരിച്ചുപോയവർക്കുള്ള യുദ്ധം വ്യത്യാസമുണ്ട്, ആത്മാവിൽ വീണ്ടും ജനിച്ചവർക്കുള്ള യുദ്ധങ്ങൾ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലയോ? ഗ്രഹിച്ചോ നിങ്ങൾ? ആ പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം ആത്മാവിൽ മരിച്ചു പോയിട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പോയവരവരെല്ലാവരും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, വീണ്ടും ജനിക്കപ്പെട്ടവരാ. നമ്മുടെ യുദ്ധതന്ത്രങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ആണല്ലോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ. അങ്ങനെ സകല സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുന്ന ദിവസമുണ്ട്. ആ ദിവസമാണ് ഞാൻ നിങ്ങളും കാത്തിരിക്കുന്നത്, അല്ലേ? ഒരുപക്ഷെ ഒരു ആയുസ്സിന് ഒടുക്കം വരെ നമ്മൾക്ക് കഷ്ടപ്പാട് തന്നെയായിരിക്കും. എനിക്കറിയാം, ഒരു ആയുസ് മുഴുവൻ നമ്മൾ കഷ്ടം മാത്രം സഹിച്ച ആൾക്കാരാണ്. പക്ഷേ നമുക്കറിയാം, ഇതൊക്കെ ചെയ്യുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒരു ദിവസം നമുക്കുണ്ട് സന്തോഷിക്കുന്ന ദിവസം. ഒരു കുഞ്ഞ് ഇപ്പോൾ 12 മാസം കഷ്ടം, എന്താ പറയുക, എൻ്റെ മോൻ അമ്പാടി വയറ്റിലായി ജനിച്ചപ്പോൾ തന്നെ 1-ാം മാസം തന്നെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി, മേജർ ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ പോകും, ട്രിപ്പ് കയറ്റം, വൈകിട്ട് ദൈവം ഒറ്റക്ക് തിരിച്ച് വീട്ടിൽ വരും, പിറ്റേ രാവിലെ പോകണം. അവന് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. എത്രയോ മാസങ്ങൾ, അത്ര 5-8 മാസമൊക്കെ മുഴുവൻ ഓരോ ദിവസം പോയി ചെയ്യണമായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് പുറത്തു വന്നപ്പോൾ എന്ത് സന്തോഷമെന്ന് അറിയാമോ? അതുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതമൊക്കെ നമുക്ക് ഇന്ന് കാണുന്ന കഷ്ടവും സങ്കടമൊക്കെ മാറുന്നൊരു ദിവസമുണ്ട്. മാറുമ്പോൾ അത് ആഘോഷമായിരിക്കും നമുക്ക്. ഇന്ന് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പിന്നീട് സന്തോഷിക്കാൻ ഒരുപാടുണ്ട് ലോകത്തിലേ, ആണല്ലയോ? യെസ്, കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. വേഗത്തിൽ പോകുന്നു. സ്വയത്തോട് പോരാടണം. 4-മത്, സ്വയത്തോട് നമുക്കൊരു പോരാട്ടമുണ്ട്. പിശാചിനോട് എതിർക്കണം. പിശാചിനെ ബന്ധിക്കാൻ പോകരുത്. നമുക്കൊരു പ്രശ്നമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ ബന്ധിച്ച് നരകത്തിലേക്ക് തള്ളുന്നൊക്കെ പറയുക നമ്മൾ, അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ കൽപ്പിക്കുക, പോ, നരകത്തിൽ പോയി കിടക്ക് എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് പോലും ചെയ്തില്ല, പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പിശാചിനെ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് ശാസിച്ച് പുറത്താക്കാൻ പറ്റും, ബന്ധിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ബന്ധിക്കാനുള്ള ദിവസം വരുന്നതേ ഉള്ളൂ അവൻ്റെ. അന്ന് അവൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും, അന്ന് നമ്മൾ ബന്ധിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് പറ്റത്തില്ല. 2-മത്, ജഡത്തെ ചെയ്യണം, കൊല്ലണം, അല്ലേ? ജഡത്തിൽ പോരാടുക മാത്രമല്ല, അതിനെ കൊല്ലണം. ജഡമായിട്ട് ജഡത്തെ എന്താ പറയുക, ജഡത്തെ ബന്ധിക്കാമെന്ന് പോകട്ടെ. ജഡത്തെ ബന്ധിച്ച് നാളെ വീണ്ടും പൊങ്ങി വരുവാൻ. കൊന്നു കളഞ്ഞേക്കുക, ക്രൂശിച്ചേക്കുക, ക്രൂശിൽ ഏൽപ്പിച്ചേക്കുക. അപ്പോൾ ലോകത്തോട് പോരാടണം, ജഡത്തെ കൊന്നു തള്ളണം. പിന്നെ അടുത്തത്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. സ്വയത്തെ കൊല്ലാൻ പോകണ്ട. സ്വയം ഞാൻ തന്നെയാ, എന്നെ കൊന്ന ഞാൻ ചത്തുപോകും, പിന്നെ നിങ്ങൾക്ക് പണിയാവും. അപ്പോൾ അതുകൊണ്ട് സ്വയത്തെ കൊല്ലാൻ കഴിയത്തില്ല, ത്യജിക്കാൻ പഠിക്കണം. ത്യജിക്കുക, അല്ലേ? ഉപേക്ഷിക്കാൻ എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പം സ്വയത്തോട് ചെയ്യുന്ന പിശാചിനെ കാണിച്ച പളി മാറി എല്ലാം അതിൻ്റെതായ ഒരു ഓർഡറിൽ നിന്നില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നമുക്ക്. അതുകൊണ്ട് സ്വയത്തോട് എന്ത് ചെയ്യണം? പോരാടുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പഠിക്കണം. ലൂക്കോസ് 9-ാം അധ്യായം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം, കൊല്ലണമെന്നല്ല. എന്ത് ചെയ്യണം? ത്യജിക്കാൻ പഠിക്കണം. അങ്ങനെയാണെന്ന് പോരാടുന്നത്. സ്വയം പൊങ്ങി വരും. സ്വയത്തിനെന്നും ഒരു കസേര വേണം, അല്ലേ? ഒരു വലിയ ഡ്രസ്സൊക്കെ വേണം, എന്നും പേരും പെരുമയും അവൻ ആവശ്യം. പക്ഷേ അവിടെ അതല്ല നമുക്ക് ആവശ്യം. എന്താണ്? തന്നെത്താൻ സ്വയത്തെ ത്യജിക്കാൻ നമ്മൾ പഠിക്കണം. സ്വയത്തെ ത്യജിക്കാൻ പഠിച്ച് നാൾ തോറും എന്ത് ചെയ്യണം? ഈ ക്രൂശ് എടുത്തില്ലെങ്കിലുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ എന്നും ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഈ വയലിലൊക്കെ കതിർമണികൾ നിറഞ്ഞു കഴിയുമ്പോൾ തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കും. എന്നാൽ അതിനിടയിലുണ്ട് ചിലതൊക്കെ ഇങ്ങനെ പൊങ്ങി കാണുന്നുണ്ടോ?
അതിൻ്റെ പേരെന്താ? കള. അത് പൊങ്ങിയേ നിൽക്കത്തുള്ളൂ. മറ്റേ നെൽമണികൾ മൂത്ത് നല്ല പഴുത്തൊക്കെ ഇരിക്കുമ്പോൾ അത് നേരെ പുറകിലേക്ക് താഴും. അപ്പോൾ അറിയാം കളകൾ ആരാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് പൊങ്ങുകയല്ല, ഇത് സ്വയം താഴുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി കർത്താവ് നമ്മുടെ ക്രൂശ് എടുക്കാൻ പറഞ്ഞത് അല്ലേ? ക്രൂശ് എടുക്കാൻ പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ക്രൂശിൻ്റെ കാര്യം പറഞ്ഞതല്ല. അതവിടെ ഇരിക്കട്ടെ, പോകണ്ട. അത് അനുഗ്രഹം മാറും എനിക്ക് നാളെ അല്ലേ? നമ്മൾ പൊങ്ങാതിരിക്കാൻ വേണ്ടി ചിലക്ക് തന്നിട്ടുണ്ട് നമുക്ക്. നല്ല കാര്യമാണ്. ഈ വേറെ ക്രൂശിനെ കുറിച്ചാണ് അല്ലേ? നമുക്ക് ദൈവം തരുന്ന കഷ്ടയും ദുഃഖവും എന്തുമാകട്ടെ, പ്രശ്നം എന്തുമാകട്ടെ, അതൊക്കെ നമുക്ക് ക്രൂശാണ്. അത് നമ്മുടെ സ്വയം പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിട്ടുപോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയുണ്ടാകണം. നമുക്ക് സ്വയത്തെ ത്യജിക്കാൻ പഠിക്കണം. നമ്മൾ ഹൃദയത്തിനകത്ത് കർത്താവ് മാത്രമായിരിക്കണം. അടുത്തത് തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആരായിത്തീരും? മനുഷ്യന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. സ്വസ്നേഹികളായിത്തീരും. പാട്ടുകാരൊക്കെ കയറിക്കോട്ടോ, പാട്ടുകാരൊക്കെ കയറിക്കും. അപ്പോൾ നോക്കിയേ, സ്വസ്നേഹം. അപ്പോൾ അന്ത്യകാലം നോക്കിയാൽ എല്ലാ വിശ്വാസികളും അല്ലേ, സ്വയത്തെ സ്നേഹിക്കുന്നവർ എന്നുവെച്ചാൽ അവർ ഞാൻ തന്നെ വലിയ എതിർത്താൻ നിൽക്കാൻ പറഞ്ഞിട്ട് അത് തള്ളിക്കളയാതെ ഞാൻ തന്നെ സിംഹാസനം കെട്ടി എൻ്റെ ഹൃദയത്തിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. 5, പാപത്തോടൊരു പോരാട്ടം നമുക്കുണ്ട്. വേണ്ടേ? പാപത്തോടൊന്നും ഒരു പോരാട്ടം നമുക്കുണ്ട്. എന്നും ഒരു വിശ്വാസി വിശുദ്ധനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. ഈ മലയാളത്തിൽ എഴുതുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ഒന്നും നമ്മൾക്ക് ഭയങ്കര വിശുദ്ധി വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് വിചാരിക്കല്ലേ? ഒന്നുമല്ല, വേർതിരിക്കപ്പെട്ടു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ വിശുദ്ധിയും വിശുദ്ധീകരണമൊക്കെ വ്യത്യാസമുണ്ട്. വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഞാൻ പറയാം, വിശുദ്ധിയും വിശുദ്ധീകരണവും. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അല്ലേ, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പോയാൽ അവിടെ പോയി കർത്താവിൻ്റെ രക്തത്തെ കഴുകണമെന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ എന്തായി? വിശുദ്ധീകരണം പ്രാപിച്ചു അല്ലേ? വിശുദ്ധി അതല്ല, ദൈവം നമുക്ക് വചനത്താൽ നൽകിയിരിക്കുന്ന നമ്മൾ പ്രാപിച്ച വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക നമ്മൾ മരണത്തോളം. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാൻ അവസരം നൽകിയ നമ്മൾ ആഴമായി പഠിക്കും. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് പാപത്തോട് എന്നൊരു പോരാട്ടം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് വിശുദ്ധിയെക്കുറിച്ചൊരു അറിവ് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് മാറി നിന്ന് അല്ലേ, പൂച്ച പാലുടിക്കുന്ന പോലെയൊക്കെ സോഡ ഒഴിച്ച് കുടിക്കുന്ന നമ്മൾ മനസ്സിലായില്ലേ? പാവങ്ങൾ എന്ന് വഴിവിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് പാപത്തോട് എന്നൊരു പോരാട്ടം നമുക്ക് ആവശ്യം. അതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. കർത്താവിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് വേദോസം പഠിക്കാൻ കാണാൻ കഴിയും. അവൻ നോ പറഞ്ഞാൽ അത് നോ എന്ന് തന്നെ, അവന് ഇഷ്ടമില്ലാത്തത് തന്നെ. വാക്യം നമുക്കറിയാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് വരെ നമുക്ക് പഠിക്കാൻ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തുമാകട്ടെ, പാപത്തോട് നമുക്ക് എന്നിട്ട് പറയുക, തങ്ങൾ വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്ന് നടന്നവരെ നിങ്ങൾ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളെ കാമഭങ്ങളിൽ കൊടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തർ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമയായി തീരും. അപ്പോൾ പാപം ഒരു 10 പ്രാവശ്യം പാപം ചെയ്താണ്ടല്ലോ, പിന്നെ നമ്മൾ അതിന് അടിമയാണ്. നമ്മുടെ കണ്ണ് 10 പ്രാവശ്യം പാപത്തിന് വിട്ടുനോക്കി നോക്കാൻ വേണ്ടി വിട്ടുനോക്കിയാ അപ്പുറത്തെ പറമ്പിലേക്കോ ആ കുളത്തിലേക്കൊക്കെ നമ്മുടെ കണ്ണൊന്ന് വിട്ടുനോക്കിയേ, ദാവീദിനെ പോലെയൊക്കെ 10 പ്രാവശ്യം വിട്ട 11 പ്രാവശ്യം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പോയി കളയും. ഞാൻ ആഴമായി ചിന്തിക്കണം, എന്താ എവിടെയാ പാപം കിടക്കുന്നതൊക്കെ പിന്നീട് പഠിക്കും താഴത്തെ ഡെലിവറൻസ് ക്ലാസ്സിൽ. അപ്പം അതുകൊണ്ട് പാപത്തോടെ എന്നും എതിർപ്പ്. അതുകൊണ്ട് ഒരുത്തരെ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമയായിരിക്കും അവൻ. ഞാൻ നിസ്സാര കാര്യമല്ലോ. ഒരുപാട് വിശ്വാസികളും അവർ നിരന്തരമായി ജഡത്തെ ക്രൂശിക്കാതെയൊക്കെ അവർ കണ്ണുകളെ പാപത്തേക്ക് അവയവങ്ങളെ സൂക്ഷിക്കാതെ വിട്ടപ്പോഴല്ലോ പാപത്തിനടിമയായി ദാസനായി മാറിപ്പോയി. പിന്നീട് പിടിച്ചെടുക്കാൻ തിരിച്ചു വരാൻ നോക്കിയാൽ പോലും കഴിയത്തില്ല. അതിന് മാർഗം വേറെതാ. അതിനുള്ള മാർഗങ്ങളുണ്ടില്ലെന്നില്ല ഞാൻ പറയുന്നത്, അതിന് മാർഗങ്ങൾ വേറെതാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരുത്തർ ഏതിനോട് തോൽക്കുന്നുവോ അത് അടിമയിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവ് നമ്മെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. അതറിഞ്ഞാൽ മാത്രം പാപത്തോട് നമുക്ക് ഒരു പോരാട്ടം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പാപം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. അതുകൊണ്ട് എബ്രായർ 12:4 പറയുന്നു, പാപത്തോട് പോരാടുവിൻ അല്ലേ, നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല, ജീവൻ പോകുമ്പോളം പാപത്തോട് അല്ലേ. അതുപോലെ നമുക്ക് എന്നൊരു പാപത്തോട് പോരാടുവാനുള്ള ഒരു വ്യഗ്രത, ഒരു എന്താ പറയുക, ഒരു ജീവൻ നമുക്ക് ആവശ്യമാണ്. സന്തോഷമാണോ നിങ്ങൾക്ക്? ഞാനിപ്പോൾ തൽക്കാലം നിർത്തുക. ഇതാണ് സബ്ഡ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ആഴ്ച ഡോബിനെ കുറിച്ച് പഠിക്കാം. സബ്ഡ്യൂ എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കുക. ഈ അടക്കുക എന്ന് പറഞ്ഞ കാര്യം അല്ലേ, അടക്കുക എവിടെ? അടക്കുക. നോക്കി, അടക്കുക പോരാട്ടമാണ് നമുക്കിന്ന്. പാപത്തോടും ലോകത്തോടും അല്ലേ, ലോകത്തോട്, പിശാചിനോട്, ജഡത്തോട്, സ്വയത്തോട്, പിന്നെ പാപത്തോടൊരു പോരാട്ടം നമുക്കെല്ലാം ഉണ്ട്. ക്രിസ്ത്യ ഉണ്ടില്ലേ? അല്ല ഉണ്ടില്ലെന്നല്ലേ ചോദിച്ചത്?
ആ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊക്കെ വിശുദ്ധന്മാരായിട്ട് വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, എല്ലാം നല്ല ഉസ്താദ് ആൾക്കാരെന്ന് വിചാരിച്ചത് നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഒരു പോരാട്ടത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുക. ഈ 4-ാമത്തെ കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് 1000 ആണ്ടിൽ ഡൊമിനിയൻ വാഴുവാൻ നമുക്ക് അവകാശമുണ്ട്. അല്ലാത്തവരെ അവർ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ, വാഴുവാൻ കഴിയത്തില്ല. ഈ ആയുസ്സിലാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. അത് വാഴുവാനല്ല, പിടിച്ചടക്കുവാൻ അല്ലേ. അതിനെക്കുറിച്ചൊക്കെ ഡെലിവറൻസ് ക്ലാസ്സിൽ നമ്മൾ ആഴമായി പഠിക്കും. സന്തോഷമാണോ?